അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖി അംബിയായി വൽ മുർസലീൻ റബ്ബി സിദ്നി ഇൽമൻ നാഫിയൻ വഅമലൻ മുതഖബ്ബല റിസ്കൻ ഹലാലൻ ത്വയ്യിബ ഖുലൂബൻ ഖാശിയ അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹുമ്മ ലാ സഹല ഇല്ലാ മാ ജഅൽതഹു സഹല അൻത തജാലുൽ ഹസന ഇദാ ശിഅത സഹല. മൈ ബിലവഡ് സിസ്റ്റേഴ്സ്, നമ്മുടെ ഇന്നത്തെ ടോപ്പിക് അതായത് റമദാനിലെ രാപ്പകലുകൾ പ്രൊഡക്റ്റീവ് ആയിരിക്കുവാൻ എന്തെല്ലാം ചെയ്യണം അല്ലേ. അപ്പം നമ്മൾ പറയും നമുക്ക് ക്ഷീണാണ്, കുഴക്കാണ്, പിന്നെ സമയം തികയുന്നില്ല, അടുക്കളയിലെ പണിയെല്ലാം കഴിയുമ്പോഴേക്കും നമുക്ക് ഇബാദത്ത് എടുക്കാൻ സമയമില്ല, അങ്ങനെയൊക്കെ പല കംപ്ലൈൻസ് പറയുന്നത് കാണാം അല്ലേ. അപ്പൊ നമുക്ക് റമദാനിലെ സമയം ധാരാളമായിട്ട് ലഭിക്കണമെങ്കിൽ ചില പ്രിക്കോഷൻസ് നമ്മൾ എടുത്തേ പറ്റൂ അല്ലേ. അത് വെറുതെ ഒന്നും സമയം നമുക്ക് ബർക്കത്തേറിയ സമയം അള്ളാഹു നൽകൂല. അതിനു വേണ്ടിയിട്ട് നമ്മൾ കുറെ പ്രിക്കോഷൻസ് എടുത്തേ പറ്റൂ. അതെന്തൊക്കെയാ ചെയ്യേണ്ടത് നമുക്കൊന്ന് ഇപ്പൊ നോക്കാം അല്ലേ. അതായത് സമയമില്ല എന്ന് കംപ്ലൈന്റുമായി ആക്ച്വലി സമയം എന്തായി പോയി അല്ലേ. അതായത് നമ്മൾ ഇതൊന്നും പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നില്ല എന്ന് വേണം പറയാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും 24 മണിക്കൂറായിരുന്നു, അമേരിക്കൻ പ്രസിഡന്റിന് 24 മണിക്കൂറാണ്, ലോകത്തിലെ പല കാര്യങ്ങളും ഓടി നടന്ന് പല ചാരിറ്റി പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്ന അവർക്കും 24 മണിക്കൂറാണ്. പക്ഷെ അവരൊക്കെ അത് പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നു എന്നർത്ഥം അല്ലേ. ഒരു മിനിറ്റ് പോലും പാഴാക്കി പോകാതെ. നമ്മളിലുള്ള കുഴപ്പവും അതാണ്, നമ്മൾ സമയം കൊല്ലുന്നതിനെ കുറിച്ച് തീരെ ബോധേഡല്ല അല്ലേ. ഫങ്ഷണലി പ്രവർത്തനക്ഷമത, അതായത് ഫങ്ഷണാലിറ്റി വർദ്ധിപ്പിക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാം എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഞാൻ ചില ടിപ്സ് അതിനെക്കുറിച്ച് പറയാം അല്ലേ. റമദാനിലെ സമയത്തിന് എസ്പെഷ്യലി ബർക്കത്തുണ്ടായാൽ നമുക്ക് ഒരുപാട് ഉപകാരപ്രദമായിരിക്കും. സമയത്തിന് ബർക്കത്ത് ലഭിക്കാൻ ലോട്ട് ഓഫ് തിങ്സ്, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. നിർബന്ധ ബുദ്ധിയോടെ അത് നമ്മൾ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ നോ ഡൗട്ട് അറ്റ് ഓൾ നമുക്ക് ഡെഫിനറ്റ്ലി സമയം ഉണ്ടാകുക തന്നെ ചെയ്യും, ഉറപ്പാണ്. അതിൽ യാതൊരു സംശയവും ഇല്ല. ആ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് അഡോപ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചാൽ നമുക്ക് ഇഷ്ടമാതിരി സമയം ഉണ്ടാവും, നോ ഡൗട്ട് അല്ലേ. എന്തായാലും സമയം കിട്ടുന്ന കാര്യങ്ങളാണ്. അതായത് ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കുക, അതെന്താ സമയത്തിന് ബർക്കത്ത് ലഭിക്കുന്ന മറ്റൊരു അമലാണ്. അതായത് 1-ാം നമ്പർ അമലാണ് ഖുർആൻ പാരായണം അല്ലെ. നമ്മളിൽ പലർക്കും ഇപ്പൊ പാരായണം കേൾക്കാനോ പാരായണം ചെയ്യാൻ സമയമില്ല അല്ലെ. പല തിരക്കുകളില്ല, ക്ലാസ് കേൾക്കലും പള്ളിയിൽ പോലും അങ്ങനെ ആയിട്ട് നമ്മുടെ സമയം ഇപ്പൊ ഒരുപാട് ഷെയർ ചെയ്ത് പോകുന്നോണ്ട് പണ്ടത്തെ പോലെ ഉമ്മമാരൊന്നും ഓതുന്ന പോലെ ഇന്ന് ആർക്കും അങ്ങനെ ഓതല് വളരെ കുറവ്. പക്ഷെ അതല്ല, അത് ഖുർആനിന്റെ മാസമാണ്, ഖുർആൻ പാരായണം തന്നെയാണ് അതിന്റെ ഏറ്റവും അഫ്ളൽ അല്ലേ. ഖുർആൻ പാരായണം നമ്മുടെ സമയത്തിൽ ബർക്കത്ത് വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും. അപ്പോൾ മുസ്ലിം ഉമ്മത്തിന്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിക്കുന്ന പ്രാർത്ഥിക്കാൻ വേണ്ടി കൽപ്പിക്കുന്ന ഒരുപാട് ബർക്കത്തേറിയ പ്രാർത്ഥനകൾ ഉണ്ട് അല്ലെ, ദുആകൾ. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ബർക്കത്ത് എവിടാന്ന് വെച്ചാൽ ബർക്കത്ത് ഫ്രം അള്ളാഹുവിൽ നിന്ന് തന്നെയാണ് ബർക്കത്ത്. അത് മറ്റുള്ള പ്രവാചകന്മാരിൽ നിന്നോ ഔലിയാക്കളിൽ നിന്നൊന്നും നമുക്ക് ബർക്കത്ത് നിൽക്കൂല. അത് അള്ളാഹുവിൽ നിന്ന് തന്നെയാണ്, നമ്മൾ തീർച്ചയായിട്ടും വിശ്വസിക്കണം അല്ലെ. പിന്നെ ചില ഭക്ഷണ സാധനങ്ങളിൽ, ചില വ്യക്തികളിൽ, ചില ദുആകളിൽ, ചില ദിക്റുകളിൽ, ചില കാര്യങ്ങളിൽ, ചില സമയങ്ങളിൽ, ചില സ്ഥലങ്ങളിൽ അള്ളാഹു ബർക്കത്തും പ്രാധാന്യവും കൽപ്പിച്ചിട്ടുണ്ട്. അത് നമുക്ക് അത് അള്ളാഹുവിന്റെ ഓരോ അതിർവരമ്പുകൾ, ഓരോ കാര്യത്തിനും അള്ളാഹു ഓരോ അതിർത്തി വെച്ച് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു പടി മുന്നോട്ടോ ഒരു പടി പിന്നിലൊക്കെ നമുക്ക് പോകാൻ പാടില്ല. അള്ളാഹു ബർക്കത്തുണ്ട് എന്ന് പറഞ്ഞതിന് ബർക്കത്തുണ്ട്, തീർച്ച ഷുവർ. ഇല്ല എന്ന് പറഞ്ഞത് നമ്മളെ വകായിട്ട് ഒരു ബർക്കത്ത് ഉണ്ടാക്കലൊന്നും പറ്റൂല അല്ലെ. ബർക്കത്തിന് വേണ്ടി ഇത് ചെയ്യുന്ന ദുആകളിൽ ചിലത് ഞാൻ ഇവിടെ പറയാം. അല്ലാഹുമ്മ ഖഅ്നിഅനി ബിമാ റസഖ്തനി വബാരിക് ലീ ഫീ വഖ്ലുഫ് അലയ്യ കുല്ലി ആയിബത്തിൻ ലീ ഖൈർ. അതായത് ഇത് അയ്യൂബ് നബി അലൈഹിസ്സലാമിന് സ്വർണ്ണക്കാലുകൾ വീണ സമയത്ത് അദ്ദേഹം ചെയ്ത ദുആയാണെന്ന് തോന്നുന്നു അല്ലേ. അള്ളാഹു ബർക്കത്ത് വർദ്ധിപ്പിച്ചു തരാനും നീ എനിക്ക് നഷ്ടപ്പെട്ട എല്ലാ കാര്യത്തിനും, എല്ലാ സഹനത്തിനും, എല്ലാ പ്രശ്നങ്ങൾക്കും നീ അതൊരു പ്രതിഫലമായിട്ട് എടുക്കുക അല്ലെ. നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടാലും ഒക്കെ അതൊരു പ്രതിഫലമാക്കി
ആയിബത്തിൽ ലീ ഹൈരി ല്ലേ, അതായത് നമുക്ക് ചിലപ്പോഴൊക്കെ നല്ല നല്ല സ്വത്തുക്കള്, നല്ല കാറുകള്, നല്ല എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ, നല്ല മക്കള്, നല്ല ഹസ്ബൻഡ്, അതായത് ആരോഗ്യ സമ്പാദ്യം ഒക്കെ ഉള്ള സമയത്ത് ഭർത്താവ്, നല്ല വീട്, ചിലപ്പോൾ നമ്മളെ വീട് വിൽക്കേണ്ടതായിട്ട് അങ്ങനൊക്കെ വരും ല്ലേ. അപ്പൊ അതിലൊക്കെ ഒരു ആയിബത്തിൽ ലീ ഹൈരി, അതിലൊക്കെ നീ ഒരു ബർക്കത്ത് ബാക്കി വെക്കണേ റബ്ബേ എന്നുള്ള ഒരു ദുആ അല്ലെ. അതൊക്കെ നിങ്ങള് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തായ കാര്യങ്ങളിലും പിന്നെ ഖുർആനിലൂടെ വന്നിട്ടുള്ള ദുആകളിൽ ഒന്നിന് മെച്ചാണ് ല്ലേ. എല്ലാ ദുആകൾക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട് ല്ലേ. അല്ലാഹുമ്മ അക്സിർ മാലി വ വലദി വബാരിക് ലി ഫീമാ അഅ്തൈതനി വത്തിൽ ഹയാത്തി അലാ ത്വാഗത്തിക വഹസിൻ അലയ്യ വഗ്ഫിർലി, അങ്ങനെ ഒരു ദുആയും കൂടെ ഉണ്ട് ല്ലേ. അതായത് മാലും വലതും, നമ്മുടെ കുട്ടികളും സമ്പാദ്യങ്ങളൊക്കെ വർദ്ധിപ്പിക്കാനും, പിന്നെ നീ നൽകിയതിൽ നിന്ന് ഹൈർ, നീ നൽകിയതിൽ ഹൈർ എന്ന് പറയുന്നത് നമുക്കറിയാം. ചിലപ്പോൾ ഒരുപാട് പൈസ ഉള്ളവർക്ക് എപ്പോഴും തിടുക്കമാണ്, അവരെ മുഖം കണ്ടാൽ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കാൻ തോന്നും ല്ലേ. അതിന്റെ കാരണം എന്താ, അവർക്ക് ആ കിട്ടിയതിൽ ബർക്കത്തില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ഇല്ലേ. അവർക്ക് എത്ര കിട്ടിയാലും തികയാത്തൊരു കളി കളിക്കുന്നത് കാണാം. പക്ഷെ അതേ സമയം വളരെ തുച്ഛമായ രീതിയിൽ 500 അല്ലെങ്കിൽ 1000 ദിവസം കിട്ടുന്നവരും സന്തോഷത്തോടെ ലോണൊന്നും ഇല്ലാണ്ട് വളരെ റാഹത്തായിട്ട് ജീവിക്കുന്നതും കാണാം അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് അള്ളാഹു മക്സിർ മാലി വലുതി, അള്ളാഹുവെ എൻ്റെ പിന്നെ സ്വത്തിലും മക്കളിലും സന്താനങ്ങളിലും. ഇപ്പൊ മക്കളെ കഥ അങ്ങനെ തന്നെയാണ്. നമുക്കറിയാം 10 മക്കളെ പെറ്റിട്ടു ഏറ്റവും ഒരു മക്കളെ ഉപകാരത്തിന് കിട്ടാത്ത എത്രയോ ഉമ്മമാര് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ അതുപോലെ എല്ലാം ഉള്ളത് ഒന്നാണെങ്കിലും അല്ലെങ്കിൽ കുറച്ചാണെങ്കിലും അതിലൊക്കെ അള്ളാഹുവിന്റെ ബർക്കത്തിന് വേണ്ടിയിട്ട് നമ്മൾ ദുആ ചെയ്യണം. അതൊരു വിദഗ്ധത്വമൊന്നുമല്ല. ബർക്കത്ത് എന്ന് പറയുന്നത് ഒരു അനുഗ്രഹം തന്നെയാണ്. അപ്പൊ അത് നമ്മൾ മനസ്സാ ആഗ്രഹിച്ചുകൊണ്ട് തന്നെ ദുആ ചെയ്യേണ്ടതാണ്. ബർക്കത്തിനെ കുറിച്ച് വളരെ വിശദമായ ഒരു ക്ലാസ്, 1-2 ക്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട് യൂട്യൂബിൽ, അല്ല അപ്ലോഡഡും ആണ്. അത് വേണമെങ്കിൽ ലിങ്ക് അയച്ചു തരാം. ആർക്കാണ് ബർക്കത്ത്, എവിടുന്നാണ് ബർക്കത്ത്, അള്ളാഹു ആർക്ക് ഏത് സ്ഥലത്ത് അല്ലെ, ഏത് സ്ഥലത്തിനാണ്, എന്തൊക്കെ സാധനത്തിന്, എന്തൊക്കെ ഭക്ഷണത്തിൽ, അങ്ങനെ ഓരോ വിഷയങ്ങളും ചൂണ്ടിക്കാണിച്ച് വ്യക്തമായ ബർക്കത്തിനെ കുറിച്ച്. അത് മാത്രമല്ല, നമ്മൾ എവിടെയെങ്കിലും പോയി ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ആ ആതിഥേയരായ വീട്ടുകാർക്ക് വേണ്ടി വരെ നമ്മൾ ബർക്കത്തിന് വേണ്ടി, ഈവൻ നമ്മൾ ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ച വളരെ ക്ഷീണിച്ച അവസ്ഥയിൽ നമുക്ക് വീട്ടിൽ വന്നാൽ ഫുഡ് ഉണ്ടാക്കാനൊന്നും പറ്റാത്തൊരവസ്ഥയിൽ നമ്മൾ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചോളൂ. അപ്പൊ നമുക്ക് ആയ ഹോട്ടലുകാരുടെ പോലും ബർക്കത്തിന് ദുആ ചെയ്യാം. കാരണം നമ്മൾ ക്ഷീണിച്ച അവസ്ഥയിൽ അവരത് തന്നിട്ടാണല്ലോ അല്ലെ. പിന്നെ അതായത് സഹാബാ കിറാമുകൾ രാത്രി സമയങ്ങളിൽ ധാരാളം ഖുർആൻ പാരായണം ചെയ്യാനും തൗബ ചെയ്യുവാനൊക്കെ ഒരുപാട് ശ്രമിച്ചിരുന്നു എന്നാ പറയുന്നില്ലേ. അപ്പൊ നമുക്ക് ഈ സമയത്തിൽ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ പകല് സമയമില്ല എന്നുള്ള തോന്നലാണ്. രാത്രി നമ്മൾ കിടന്ന് ഉറങ്ങുകയും ചെയ്യും അല്ലെ. നമ്മൾ ഷെഡ്യൂൾ ആകെ ഒന്ന് ഷഫിൾ ചെയ്യണം. അത് പണ്ട് നമ്മൾ ജീവിച്ച പോലെ അങ്ങനെ ജീവിച്ചാൽ പോരാ അല്ലെ. കുറെ രാത്രി കിടന്നുറങ്ങി എന്നിട്ട് പകല് അധ്വാനിച്ച്, അങ്ങനെയല്ല. നമ്മൾ അധ്വാനം കുറയ്ക്കണം, പിന്നെ അമല് കൂട്ടണം, പിന്നെ രാത്രിയിലുള്ള ഉറക്ക് കുറയ്ക്കണം. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ ഈ സമയത്തെ നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെച്ചേ പറ്റൂ. കാരണം നമുക്കറിയാം കുറച്ച് കഴിഞ്ഞാലില്ലേ, അവന് 10-15 20 ദിവസം കഴിഞ്ഞാൽ നോൻപാണല്ലോ വരുന്നതില്ലേ. അതിന് മുമ്പ് നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്താലേ നമുക്ക് നോമ്പിനേക്ക്, നിങ്ങൾക്കെല്ലാം അറിയാം പണ്ടൊക്കെ നമ്മൾ കുഞ്ഞുനാളിലൊക്കെ കുട്ടിക്കാലത്ത് ഉമ്മയൊക്കെ പറയുള്ളൂ, തലോമ്പ് 3 പിടിച്ചാ ഒരു കൊയക്കാണ് ഒരു ക്ഷീണം, അങ്ങനെ ആ ഡയലോഗിൽ അവര് പറയല്ലേ. കുട്ടികൾക്കൊക്കെ എന്തോ, പക്ഷെ ആ 3 കഴിഞ്ഞാൽ ഒരു പറയാ റാഹത്തായി. അപ്പൊ ആ 3-നായിരിക്കും നമ്മൾ ഹത്തം ഓതാൻ ഖുർആൻ തുറക്കുന്നത്. അപ്പൊ ആ 3 ദിവസം ഓതിയാലും തീരൂല അല്ലെ. പിന്നെ ഓതി ഒന്ന് റെയിലുമലായി വരുമ്പോഴത്തേക്ക് ഖിയാമുൽ-ലൈലും പിന്നെ അത് ലൈലത്തുൽ ഖദ്റൊക്കെ ആയിട്ട് പെട്ടെന്ന് അങ്ങ് തീർന്നു പോണ ഒരു പോലാണ് അല്ലെ. അപ്പോൾ ഈ ബർക്കത്തിനെ കുറിച്ചിട്ടുള്ള ശരിക്കുള്ള ഒരു ക്ലാസ് യൂട്യൂബിൽ അപ്ലോഡഡ് ആണ്. വേണമെങ്കിൽ അത് ഞാൻ നിങ്ങൾക്ക് ഇട്ട് തരാം. ഇപ്പം നമുക്ക് സമയം എങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാം അല്ലെ. എല്ലാവർക്കും തന്നത് ഒരു സമയം തന്നെ, പക്ഷെ നമ്മളെ യൂസേജിന്റെ മാറ്റത്തിനനുസരിച്ച് നമ്മളെ റിസൾട്ട് കുറയുമെന്ന് മാത്രം അല്ലെ. ഒരു ക്ലാസ്സിൽ ടീച്ചേഴ്സ് എല്ലാ മക്കളെ ഒന്നിച്ചിരുത്തിയാ പഠിപ്പിക്കുന്നത്. പക്ഷെ ഒരു കുട്ടിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടുന്നെങ്കിൽ ആ കുട്ടി അതിന് മാത്രം കോൺസെൻട്രേറ്റഡ് ആണ്, നന്നായി പഠിച്ച് മാർക്ക് കിട്ടണം, ഫസ്റ്റ് ആവണമെന്ന് വിചാരിച്ചില്ലേ. അത് ചിലപ്പോൾ രാത്രി ഉറക്കൊഴിഞ്ഞിട്ടും ഒക്കെ പഠിക്കുന്നുണ്ടാവും. വേറെ വല്ലവര് മറ്റുള്ള കുട്ടികൾ പഠിക്കുന്നുണ്ടല്ലോ, കിട്ടുന്ന മാർക്ക് കിട്ടട്ടെ, ബാക്കി ഇപ്പൊ പേയ്മെന്റ് സീറ്റ് വാങ്ങിക്കോളല്ലോ, മംഗലാപുരം പോയിക്കോളല്ലോ, മദ്രാസിൽ പോയിക്കോളല്ലോ എന്ന് കുട്ടികൾ ആദ്യം അവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കൂല. ഇല്ലാത്ത കുട്ടികളാണെങ്കിലോ പഠിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ അവിടെ ഇട്ടേക്കും അല്ലെ. ഇനിയിപ്പോ ഇല്ലാണ്ട് എങ്ങനെയെങ്കിൽ കുറച്ച് മാർക്ക് കയറട്ടെ എന്ന് വിചാരിച്ചാൽ അവർക്ക്
അവർക്ക് കഴിയാവുന്നത്ര സാധിക്കാവുന്നത്ര മാർക്കുകൾ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട എല്ലാം ഒരു ക്ലാസ്സിലെ കുട്ടികൾ, ഒരു ടീച്ചർ എല്ലാ വിഷയങ്ങളും ഒരേ ടീച്ചർ പഠിപ്പിച്ച കുട്ടികൾ. അതുപോലെ തന്നെ നമുക്ക് 24 hours സമമാണ്. പക്ഷെ നമ്മൾ അത് ഉപയോഗിക്കുന്നിടത്തിലുള്ള ഒരു വ്യത്യാസം കൊണ്ട് മാത്രമാണ് നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റീവായിട്ട് ഒരുപാട് കൂലിയുള്ള ആയത്തുകളും ഒരുപാട് കൂലിയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നത് അല്ലേ. അതായത് മെയിൻലി ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കുക. അത് നമ്മുടെ പിന്നെ സമയത്തിന്റെ ബർക്കത്തിനെ അധികരിപ്പിച്ചു തരും. രണ്ടാമത്തതിൽ റെഡ്യൂസ് മൊബൈലിലെ നമ്മളെ മൊബൈൽ ഉപയോഗം കുറയ്ക്കുക, മൊബൈൽ യൂസേജ് കുറയ്ക്കുക. വെരി ഇമ്പോർട്ടന്റ് മാറ്റർ ആണ് അല്ലേ. ഈ ഡിവൈസിൽ നമ്മൾ എത്രത്തോളം കളിക്കുന്നു അത്രത്തോളം നമ്മുടെ സമയം കൊല്ലുന്നതിനെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ടൈം കില്ലറാണ് നമ്മുടെ മൊബൈൽ അല്ലേ. അത് എന്ന് പറയുന്നത് റമദാനായിട്ട് അതൊന്ന് ലേശം കണ്ടും പിടിച്ചും മാറ്റി വെക്കുക അല്ലെ. കയ്യെത്തുന്ന ദൂരത്തിന് പരമാവധി അകലത്തിൽ വെച്ചിട്ട്, ഇപ്പൊ നമുക്കറിയാം ഇടക്കിടക്ക് ജോലി കഴിഞ്ഞ് നമ്മളൊന്ന് വിശ്രമിക്കുന്ന നമ്മുടെ വെരിക്കോസ് പെയിൻ ഉണ്ടാകുന്നതിനും പിന്നെ നമ്മുടെ മുട്ടുവേദന, തേയ്മാനം, കാലിന് മടമ്പിന് വേദന, നീരിറക്കം, അങ്ങനത്തെ അസുഖത്തിനൊക്കെ നല്ലതാണ് കുറച്ച് സമയം അധ്വാനിച്ചിട്ട് നമ്മൾ കുറച്ച് കിടക്കുന്നതിൽ. അത് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും പിന്നെ സുന്നത്തുകളും അത് തന്നെയാണ്. അന്ന് അത് അത്ര വ്യക്തമായിട്ട് കാര്യമായിട്ട് പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷേ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാക്കി റാമുകൾ അവരുടെ ഭാര്യമാരൊക്കെ എന്താന്ന് വെച്ചാൽ സുബഹിസ്കാരം കഴിഞ്ഞ് തഹജ്ജുദിനെ എഴുന്നേൽക്കും, കുറെ ഓതും, കുറെ ദുആ ചെയ്യും, നിസ്കരിക്കും. അത് കഴിഞ്ഞ് അവർ സ്കരപ്പായിരിക്കും ഇഷ്റാഖ് വരെ. ജുബൈരിയ റളിയല്ലാഹുവിന്റെ ഹദീസ് ഉണ്ടല്ലോ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി, നിങ്ങൾക്കെല്ലാം സുപരിചിതമാണ് അല്ലെ, ഹദീസിൽ പറഞ്ഞ പോലെ അല്ലെ. അപ്പൊ നമ്മൾ കുറേ സമയം പണിയെടുത്ത് എന്നിട്ട് പിന്നെ കുറച്ച് കിച്ചണിൽ വന്ന് പണിയെടുക്കുമ്പോൾ പിന്നെ ഒരു 11 മണിയാകുമ്പോൾ പിന്നെ ളുഹാ നിസ്കാരത്തിന്റെ സമയമായി. അപ്പൊ നമ്മൾ എന്താ കുളിച്ച് മാറ്റി ളുഹാ നിസ്കാരത്തിലേക്ക് ഇരുന്ന് അങ്ങനെ. അപ്പൊ അടുക്കളയിലൊന്നും കൂടുതൽ സമയം നിൽക്കേണ്ട ഒരു സുന്നത്തും നമ്മുടെ പ്രവാചക ചര്യയിൽ നോക്കി നമുക്ക് കാണാവുന്നതല്ല. അപ്പൊ നമ്മൾ ഈ പണിയൊക്കെ കഴിഞ്ഞ് വിശ്രമിക്കാൻ വരുമ്പോ ളുഹാ നിസ്കരിച്ചിട്ടൊക്കെ ഒന്ന് കിടക്കാന്നൊക്കെ വിചാരിച്ചു ലക്ഷം ഒന്ന് കാല് നീട്ടിച്ച് കിടന്ന് കണ്ണടച്ച് കിടന്ന കണ്ണിനും റെസ്റ്റാ. ഫുൾ ടൈം കണ്ണ് ഉറങ്ങാത്ത സമയം കംപ്ലീറ്റ് കണ്ണ് വർക്കിങ്ങിലാണല്ലോ. അപ്പൊ അങ്ങനെ കിടക്കുമ്പോൾ നമ്മൾ ഒരു കാരണവശാലും നമ്മുടെ അടുത്ത് ഈ മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞ സാധനം വെക്കരുത്. മൂപ്പരെ കൊണ്ടാണെങ്കിൽ ഉപകാരമുണ്ട് ഒരുപാട്, അതുപോലെ തന്നെ അതുകൊണ്ട് ലോകത്ത് മുഴുവൻ നാശങ്ങളും സംഭവിക്കുന്നു രണ്ടിനും അല്ലെ. ഇതൊരു വർത്താനം ഉണ്ടല്ലോ, എന്താണ് കലക്കത്തിനും കഷായത്തിനും പറ്റൂന്ന് അറിയാം. പണ്ടൊക്കെ ഉമ്മ പറയുന്നൊക്കെ എന്താണെന്നറിയില്ല അതിന്റെ അർത്ഥം. അപ്പൊ അതുപോലെ മൊബൈൽ ഫോൺ കലക്കത്തിനും കഷായത്തിനും നല്ലത് തന്നെയാണ്. അപ്പൊ നമ്മൾ എന്താക്കണം, പിന്നെ അത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വരികയാണെങ്കിൽ മൊബൈൽ ഫോൺ ചാർജറിൽ ഇട്ട് വന്ന് കിടക്കുക. അപ്പം കിടക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരും, അല്ലാ എൻ്റെ മൂപ്പരെ വിളിച്ചില്ലാലോ, കോഴി കിട്ടൂലാലോ ഒന്ന് കറി വെക്കാന്, അല്ലെങ്കിൽ അമ്മായിക്ക് വിളിച്ചില്ലാലോ, അമ്മായിനോട് നാളെ കല്യാണത്തിന് പോകുമ്പോൾ ഞാനുണ്ട് എന്ന് പറഞ്ഞില്ലാലോ, അല്ലെങ്കിൽ കുട്ടികൾ വേറെ നാത്തൂൻ പ്രസവിച്ച വിവരം മറ്റാരോടെങ്കിലും പറയാനുണ്ട് അത് പറഞ്ഞില്ലാലോ, അല്ലെങ്കിൽ ഖുർആൻ ക്ലാസ്സിൽ ഓതിയിട്ടില്ല. ഇങ്ങനെ 100 കൂട്ടം വിഷയങ്ങൾ പറഞ്ഞ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് എന്ന് പറയുന്ന ഒരു ആളുണ്ടല്ലോ അല്ലെ. ഇബ്ലീസ് വന്ന് നമ്മളെങ്ങനെ ആ ഒരു ദിക്റ് മുഴുവനാക്കാനോ അല്ലെങ്കിൽ ആ മറന്നുപോയ ഖുർആൻ പാരായണം ഒന്ന് വീണ്ടും വീണ്ടും ഓതി ഇതാക്കാൻ ഒന്നും ആര് സമ്മതിക്കൂല, ദുആ ചെയ്യാനൊന്നും ഇബ്ലീസ് സമ്മതിക്കൂല. ഇത്തരം 100 കൂട്ടം അങ്ങനെ തന്നെയല്ലേ? am I correct? ഞാൻ പറയുന്നത് ശരിയാണോ? ശരിയല്ലേ? ശരിയാണെങ്കിൽ ഒരു തംസപ്പ് അടിച്ചോളി അല്ലേ. നമ്മൾ ഫോൺ അടുത്ത് വെച്ച് കിടന്നൊരു ദിക്റെടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മൂപ്പര വക എന്തൊരു ലോകിയാണ് റബ്ബേ. അതാണ് ഇബ്ലീസിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇബ്ലീസ് എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിലും നമുക്ക് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് യൂസറായിട്ട് യൂസ്ഫുൾ ആയിട്ട് പറയുന്ന കാര്യങ്ങൾ മാത്രമായിരിക്കും ഇബ്ലീസ് പറഞ്ഞു തരിക. ഇതൊക്കെ പറഞ്ഞതൊക്കെ ശരിയാണ്. ഹസ്ബൻഡിനോട് ചിക്കൻ ഒഴിച്ച് പറഞ്ഞിട്ട് ചെയ്യും കറി വെക്കാൻ പറ്റൂല, അല്ല അമ്മായിക്കോ നാത്തൂനോ വേറെ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ നമുക്ക് പറയണം അല്ലെ. അതും പിന്നെ വേറെ എന്തെങ്കിലും ഖുർആൻ ക്ലാസ്സിൽ വെച്ച് ഇതൊക്കെ അത്യാവശ്യം തന്നെയാണ്. പക്ഷെ നമ്മൾ എന്താ മൂപ്പര് ഇന്റൻഷൻ ഇപ്പൊ അതൊന്നല്ല അല്ലെ. ഉമ്മനോട് ഒരു പറയലോ വേറെ ഹസ്ബൻഡിനോട് ചിക്കൻ കൊണ്ടുവരത്തൊന്നല്ല മൂപ്പര ഉദ്ദേശം. കാരണം നമ്മൾ അതിൽ നിന്ന് തെറ്റിക്കണം, നമ്മളെ ഗഫ്ലത്തിലാക്കണം. അതുകൊണ്ട് ഒരിക്കലും ഡോണ്ട് പേ അറ്റൻഷൻ ടു ദ ഇബ്ലീസ്. ഇബ്ലീസിന് അറ്റൻഷൻ കൊടുക്കരുത്. കഴിഞ്ഞ ദിവസം നമ്മളെ ക്ലാസ്സിലൊരു സ്റ്റുഡന്റ് പറഞ്ഞ കഥയാണ്. ഞങ്ങൾ എവിടെയെങ്കിലും റെസ്റ്റ് എടുക്കാൻ വിശ്രമിക്കാൻ ഇരിക്കുന്ന സ്ഥലം സ്ഥിരമായിട്ടുണ്ടാവുമല്ലോ അല്ലെ. എനിക്കൊരു സിറ്റിംഗ് റൂമിലെ സോഫാണ്, ആ മൂലയിൽ ഇരുന്നാണ് എഴുതലും വായിക്കലും
പിന്നെ ഓതലും എല്ലാം എനിക്ക് ആ സോഫ സ്ഥിരം. അപ്പൊ അതുപോലെ നിങ്ങൾക്കെല്ലാം സ്ഥിരമായിട്ട് ഏതെങ്കിലും ഒരു പ്രത്യേക പ്ലേസ് ഉണ്ട്, ആ പ്ലേസിൽ ഒന്നും എടുത്തിരുന്നല്ല നിങ്ങൾ എല്ലാ പണിയും. അപ്പൊ അവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാല്, ഒരു പെന്നും കടലാസും എടുത്തോളൂ. സംഗതി ശരി, അതൊക്കെ മറന്നുപോയാൽ പ്രശ്നം തന്നെ ആക്കി. ചിലപ്പോൾ കുറിന്റെ പൈസ കൊടുത്തിട്ടുണ്ടാവില്ല, ചിലപ്പോൾ അല്ലെങ്കിൽ നാളെ നമ്മളിപ്പോ എവിടെയെങ്കിലും പോകണമെങ്കിൽ, ഇപ്പൊ നമ്മളെ ഫാമിലിയിലൊക്കെ ഒരു കാർ എടുത്ത് എല്ലാവരും കല്യാണത്തിനൊക്കെ, അപ്പൊ നാളെ കല്യാണത്തിന് സീറ്റ് ബുക്ക് ചെയ്തില്ലെങ്കിൽ കാർ ഫുള്ളായി. ഇപ്പൊ അങ്ങനെയുണ്ടല്ലോ ഒരു പ്രശ്നം അല്ലേ. അപ്പൊ അങ്ങനെ നൂറുകൂട്ടം കാര്യം, അപ്പൊ അതൊക്കെ ആക്ച്വലി നമുക്ക് വേണ്ടതിന് അപ്പൊ ഒരു പെന്നും കടലാസും വെക്കാതെ എഴുതി വെക്കാം. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ദിക്റിനോ എന്തിനേയും സ്വലാത്തോ എല്ലാം എന്തിനെങ്കിലും ഇരുന്നാലും നമ്മൾ ഒരു കാരണവശാലും ഫോൺ എടുക്കരുത്, എടുക്കാണ്ട് നിൽക്കുക. അത് തന്നെ അല്ലേ. അപ്പൊ അത് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ വീട്ടുജോലി, അടുക്കളയിലെ പണിയില്ലേ, നമ്മളെ ഒരുപാട് അലട്ടുന്നുണ്ട് അല്ലേ. നമുക്ക് അതിന് എത്ര പണി ചെയ്താലും നമുക്ക് പിന്നെ അത് തീരൂല പണി. പിന്നെ കുറച്ച് പിന്നെയും പണി അടുത്ത്, പിന്നെയും പണിയെടുത്ത്, നിസ്കരിക്കാൻ വരുമ്പോഴും പണിയില്ലേ, ബാങ്ക് കൊടുക്കുമ്പോഴും പണി, അങ്ങനെ അല്ലേ. അപ്പൊ നമ്മളൊരു കാര്യം ചെയ്യുക, ഈ പണിയിലേക്കുള്ള ശ്രദ്ധ ഒന്ന് കുറച്ച് മാറ്റിയിട്ട് കുറച്ച് ജോലി കൂടുതൽ അമൽ എന്നുള്ള ഒരു മുദ്രാവാക്യം അതായിരിക്കട്ടെ നമ്മുടെ ഇനിയത്തെ മോട്ടോ അല്ലേ. കുറച്ച് മോട്ടോ എന്ന് പറഞ്ഞാൽ നമ്മളെ മുദ്രാവാക്യം അല്ലേ. കുറച്ച് ജോലിയും കുറച്ച് അടുക്കളയിലും കൂടുതൽ ഇബാദത്തിൽ ഈ ഒരു മാസം അല്ലേ. അപ്പം അത് അങ്ങനെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അടുക്കള പണികളൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെഡ്യൂൾ ചെയ്യണം. അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാം ഇൻഷാ അല്ലാഹ്. പിന്നെ സൂപ്പർ കത്തി, നമ്മളെ കോഴിക്കോട് ഒരു ഭാഷ ഉണ്ട്, അതായത് വല്ലാണ്ട് വർത്താനം പറഞ്ഞ് ഇടങ്ങേറാക്കുന്ന ഫ്രണ്ട്സോ കുടുംബക്കാരോ അയൽവാസികളൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ അവരെ കേൾക്കാണ്ട് വിളിക്കുക, അല്ല എന്റെ പഠിച്ചോനെ സൂപ്പർ കത്തി ഉണ്ടല്ലോ വരുന്നു, അല്ലെങ്കിൽ അല്ല സൂപ്പർ കത്തിയാണേ ഫോൺ വിളിക്കുന്ന, ഇപ്പോഴൊന്നും വെക്കൂല എന്ന് ആ വിളിച്ച ആളിനെ കൊണ്ട് നമ്മൾ ഇപ്പുറം നിന്ന് പലപ്പോഴും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാനും പറയലുണ്ട് അല്ലേ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാല്, അങ്ങനത്തെ ആളുകൾ ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം എടുക്കാണ്ടിരിക്കുകയും ചെയ്യുക. അപ്പൊ എന്താക്കും, അപ്പം അവര് ആ ഫോൺ കോളിൽ അവർ ഉദ്ദേശിക്കുന്ന കാര്യം അവർ മെസ്സേജ് ഇടും. മെസ്സേജ് ഇട്ടാലോ അതൊരു വെറും 1 or 2 minutes കൊണ്ട് പറയുന്ന കാര്യമായിരിക്കൂലേ. എന്തെങ്കിലും പൈസന്റെ കാര്യമോ അല്ലെങ്കിൽ പോകുന്ന കാര്യമോ അല്ലെങ്കിൽ രോഗവിവരം എന്തെങ്കിലും ആയിരിക്കും. അവരതങ്ങനെ പറഞ്ഞാൽ അത് മതിയല്ലോ. അല്ലാണ്ട് നമ്മളത് ഫോൺ എടുത്തു കഴിഞ്ഞാൽ കണ്ട നാട്ടിലെ ഇവിടുത്തെ കഥകളൊക്കെ പെരുപ്പിച്ച് 3/4 മണിക്കൂർ 1 മണിക്കൂർ നമ്മുടെ പോയി കിട്ടൂലേ. നമ്മൾ ചിലപ്പോൾ വാഷ് ചെയ്യാൻ പോവായിരിക്കും, ചിലപ്പോൾ നിസ്കരിക്കാൻ പോവായിരിക്കും, ചിലപ്പോൾ അടുക്കളയിൽ, അതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേ എല്ലാം പോകും അല്ലേ. അപ്പൊ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്താക്കണമെന്ന് വെച്ചാൽ ഇത്തരത്തെ ആളുകളൊക്കെ വിളിച്ചാൽ മാക്സിമം എടുക്കാണ്ടിരിക്കുക അല്ലെ. ടെലിഫോൺ കോൺവെർസേഷൻ മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഈ 15-ാം തീയതി മുതൽ തന്നെ നമ്മുടെ എല്ലാ പ്രോഗ്രാമും റെയിലുമ കയറ്റി വെക്കുക. എന്നാൽ തന്നെ നമുക്ക് കുറേ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യാണ്ടെന്നാല്, കുറെ അനാവശ്യമായ വിരുന്നുകൾ സൽക്കാരങ്ങൾ ഒഴിവാക്കിയാൽ, ഷോപ്പിംഗ് ഒഴിവാക്കിയാലൊക്കെ നമുക്ക് കുറേ സമയം കിട്ടും. ഷുവറാണ്, യാതൊരു സംശയവും ഇല്ല അല്ലെ. അപ്പം പിന്നെ ഹിഫ്ലിന്റെ വിഷയത്തിലും ഇതുപോലെ 4-മത്തെ കാര്യം, ഹിഫ്ലിന്റെ വിഷയത്തിലും നമ്മൾ ശ്രദ്ധിക്കണം. എജാലിൽ ഖുർആൻ ഹിഫ്ലാക്കുന്ന വിഷയത്തിൽ നമ്മളിപ്പോ ഒരു പുതിയ ഗ്രൂപ്പ് തുടങ്ങിയതായിട്ട് നിങ്ങൾക്കെല്ലാം അറിയാമെന്ന് വിചാരിക്കുന്നു. ആ ഗ്രൂപ്പിലൂടെ ഇതുപോലെ പുതിയതായിട്ട് പഠിക്കുകയല്ല അല്ലെ, പുതിയത് അൽബക്കറയും അൽ ഇമ്രാനൊക്കെ പഠിക്കുന്നവര് വേറെ ഉണ്ട്. പക്ഷെ ഇതല്ല, നമ്മൾ പണ്ട് പഠിച്ച് മറന്നു പോയ കുറേ കാര്യങ്ങൾ, അത് നമ്മളെ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മോട് ചോദ്യം ചെയ്യപ്പെടും അല്ലെ. അത് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു അമലായതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഖുർആന് പിന്നെ മറന്നു പോയ ഹിഫ്ള് പുതുക്കി വെക്കാൻ കാരണം, ബിക്കോസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്ന ആ വർഷം, അതായത് ഹജ്ജത്തുൽ വിദായിൽ പങ്കെടുക്കുന്ന റമളാനില്, നിങ്ങളൊക്കെ ഒരുപാട് കേട്ട വിഷയമാണ്, എന്നിരുന്നാലും ഞാൻ ബോധ്യപ്പെടുത്താൻ പറയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം വന്നു 2 പ്രാവശ്യം 60 ജുസ്, അതായത് 30 ജുസ് ഒരിക്കൽ അല്ലെ ഹിഫ്ള് ചെയ്യിച്ചു, തെറ്റുണ്ടോ നോക്കി പിന്നെയും ചെയ്യിച്ചു അല്ലെ. അങ്ങനെ 60 ജുസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് ഓതിപ്പിച്ചു. ഇതെപ്പോഴാണ് സമയം കിട്ടിയത്, അല്ലാഹു അഅലം അല്ലെ. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യക്തിയല്ല, പ്രസ്ഥാനമാണ്. ഞാന് ഈ ഇതുണ്ടല്ലോ, അമാനി മൗലവി തഫ്സീർ എടുത്ത് വായിച്ചു നോക്കുമ്പോൾ അത് വളരെ ഒരു ഷോർട്ടായ തഫ്സീറാണ്. മലയാളത്തിനെ സംബന്ധിച്ചിടത്തോളം വൈഡാണ്, പക്ഷെ ഇംഗ്ലീഷിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ വളരെ ചെറുതാ. അത് ഓരോ വാള്യം, പണ്ടൊക്കെ ഉള്ള വാള്യം ഞാൻ വാങ്ങി, അതൊക്കെ ഓരോന്ന് എടുത്താ അതിന്റെ ഒരു കനോ. ഞാൻ വിചാരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഖുർആന്റെ തഫ്സീറാണിത്, അതുപോലെ ഹദീസിന് തഫ്സീറുകളുണ്ട്. ഇത് ഈ ഒരു ആയുസ് കൊണ്ട്, അത് വെറും 23 വർഷങ്ങൾ, നമ്മളൊക്കെ ജനിച്ച കാലം മുതലേ ഇസ്ലാമിലുള്ളവരാ അല്ലെ. 23 വർഷം കൊണ്ട് നബി എന്തൊക്കെ ഒരു
അല്ല നബി പ്രസ്ഥാനമാണെന്ന് വേണം പറയാനല്ലേ. എത്ര 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 കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തു കൂട്ടിയിട്ടുള്ളത്. അൽഹംദുലില്ലാഹ് മാഷാ അല്ലാഹ്. നമ്മുടെ ഉമ്മത്തിന് വേണ്ടി ഇത്രയൊരു ത്യാഗം സഹിച്ച മനുഷ്യന്മാരില്ലേ. ഒന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം, രണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, രണ്ടിലത്ര അവർക്ക് രണ്ടാക്കും അള്ളാഹു എന്നേക്കുമായി ഓർക്കാനും വേണ്ടി ഒരു മക്കയും മദീനയും കൊടുത്തൂലേ. ആർക്കും മരിച്ചാലും മറക്കൂല. അൽഹംദുലില്ലാഹ്. അപ്പൊ നമുക്കറിയാം ഷഹ്റു റമളാനല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. അല്ലേ, റമളാൻ നമുക്ക് എന്തിനു വേണ്ടിയാണ് ഇറക്കിയിട്ടുള്ളത്? ജനങ്ങൾക്ക് സന്മാർഗം കാണിച്ചു തരാൻ, സത്യാസത്യ വിജയ കാര്യങ്ങളെ വേർതിരിച്ച് കാണിക്കാനും വേണ്ടിയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്, ഖുർആന് പാരായണം ചെയ്യല് വീണ്ടും വീണ്ടും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പഴയ മറന്ന ഖുർആന് ഓതാനും ശ്രമിക്കുക. പിന്നെ ഇനി നമ്മെ ബാധിക്കുന്ന വലിയ വിഷയമാണ് ഉറക്കം. അല്ലെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം രാത്രി ഉറങ്ങലും പകല് അധ്വാനമാണല്ലോ അല്ലെ. എന്നാൽ റമദാൻ മാസത്തിൽ നമുക്ക് ഈ ഷെഡ്യൂളിന് ഒരു മാറ്റം വരുത്താം. കാരണം മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മുടെ ചട്ടങ്ങൾ മാറ്റിയാലല്ലാണ്ട് നമുക്കൊരു ബർക്കത്ത് ഉണ്ടാവില്ല അല്ലെ. അതായത് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാല്, ഒന്നൊക്കെ ഇഷ്റാഖ് നമസ്കാരം കഴിഞ്ഞിട്ട് വീട്ടില് മുറ്റടിക്കലും അങ്ങനത്തെ പണികളുള്ളതാണെങ്കിൽ അവർക്ക് ആ സമയം പറ്റൂല. അതൊന്നും ഇല്ലാത്ത ആളുകൾ ഉണ്ടാവില്ല, നമ്മളെപ്പോലെ ഏജ്ഡ് ആയിട്ടുള്ള. അപ്പൊ അവർക്കൊക്കെ ആണെങ്കിൽ ഇഷ്റാഖ് കഴിഞ്ഞിട്ട് ഒന്ന് ഉറങ്ങാം. അതല്ലെങ്കിൽ പിന്നെ ലുഹ നമസ്കരിച്ചിട്ട് ഒന്ന് ഉറങ്ങാം. അതും അല്ലെങ്കിൽ ളുഹർ നമസ്കരിച്ചിട്ട് ഒന്ന് ഉറങ്ങാം. അതുമല്ല തറാവിക്ക് പോകാത്തവരാണെങ്കിൽ തറാവി നമസ്കാരത്തിന്റെ ആ സമയത്ത് നമസ്കരിച്ചിട്ടോ നമസ്കരിക്കാതെയോ ഒന്ന് ഉറങ്ങാം. അല്ലെ, അങ്ങനെ 4-5 സമയത്ത് നമുക്കൊരു ഗ്യാപ്പിൽ ഉറങ്ങാം. അപ്പൊ നമ്മൾ ഉറങ്ങാൻ പോകുമ്പോൾ വിചാരിക്കും എന്തൊക്കെ പണികളുണ്ട്, പണികൾ അവിടെ നിന്നോട്ടെ, നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിലേ പണിയെടുക്കാൻ പറ്റൂ. നമുക്ക് രാത്രി ഉറക്കമൊഴിഞ്ഞിട്ട് ഖുർആൻ പാരായണം ചെയ്തിട്ടും തൗബ ചെയ്തിട്ടും നിസ്കരിച്ചിട്ടും അള്ളാഹുമായിട്ട് സന്തോഷം പങ്കിട്ടിട്ടും ഒരുപാട് സമയം നമുക്ക് ചെലവഴിക്കേണ്ടതുണ്ട് അല്ലേ. അള്ളാഹു ഒരിക്കലും ആരും തന്നെ ഇനി പകൽ എന്തിനു ഉറങ്ങിയെന്ന് ചോദിക്കാറില്ല. പക്ഷെ രാത്രി ഉറങ്ങാത്തവരോട് അള്ളാഹ്ക്ക് മുഹബത്താണ്, ഭയങ്കര. അവര് കിടപ്പറകൾ വിട്ട് അകലുന്നവരാണെന്നാ പറയുന്നത് അല്ലെ. അനിൽ മവാജി യദൂന റബ്ബഹും, അവൾ വളരെ പ്രതീക്ഷയോടുകൂടി ഹൗഫം വതമാ, അതായത് പേടിയോടും ഭയഭക്തിയോടും വെപ്രാളത്തോടും കൂടി അള്ളാഹുവിനോട് ചോദ്യം. മാത്രമല്ല അവര് ധാരാളമായി ചെലവഴിക്കുന്നത്. അപ്പൊ നല്ല തഹജ്ജുദ് നിസ്കരിക്കുന്ന ദാനധർമ്മങ്ങൾ ചെയ്യുന്ന ഒരാളെ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാതെ അള്ളാഹ്ക്ക് ഒരു ഇഷ്ടപ്പെട്ട അടിമയാണെന്നില്ല. അള്ളാഹു നമ്മുടെ ക്വാളിറ്റി പറഞ്ഞതിൽ പറഞ്ഞൊരു കാര്യ. അതേസമയം മറ്റു പലരും തഹജ്ജുദ് നിസ്കരിക്കാൻ എണീക്കാൻ കഴിയൂല, ഗുളികയൊക്കെ ഉള്ളതല്ലേ. ആ ഗുളികന്റെ മേലെ പഴിചാരിയിട്ട് അവര് എഴുന്നേൽക്കാണ്ടിരിക്കും അല്ലെ. കുറെ സമയങ്ങളിൽ രാത്രി ഉറക്കം ഒഴിക്കുകയും ചെയ്യും. അപ്പൊ നാളെ ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ ഷെഡ്യൂൾ ഒന്ന് ആകെ ഷഫിൾ ചെയ്യണം, എല്ലാം ഒന്ന് കൂട്ടി കുഴയ്ക്കണം. ഇനിയിപ്പോ വാഷ് ചെയ്യാൻ ഇപ്പൊ പകലത്തെ പോലെ പണ്ടത്തെ പോലെ കല്ലുമ്മലൊന്നും പോയി വാഷ് ചെയ്യാണ്ടല്ലോ. വാഷിംഗ് മെഷീനിൽ കിച്ചണിലാണ് ഇപ്പൊ അധികം ആളും പ്ലേസ് ചെയ്യുന്നത്. കാരണം നല്ല ഉപകാരം, കിച്ചണിലായാലും നമുക്ക് അങ്ങോട്ട് ഇടാനും തിരിച്ചെടുക്കാനും ഉണക്കിയതെടുക്കാനും വീണ്ടും പിന്നെ സോക്ക് ചെയ്യാനൊക്കെ എളുപ്പം. അപ്പൊ നമ്മൾ അടുക്കളയിൽ രാത്രി വാഷ് ചെയ്യുന്നു, അത് രാവിലെ ആകുമ്പത്തിന് ഉണങ്ങി കിടക്കുന്നു. പിന്നെ കഴിയുന്ന പണികളൊക്കെ കുറച്ച് രാത്രി എടുക്കുക, എന്നിട്ട് ബാക്കി രാത്രി നന്നായിട്ട്, പകല് ലേശം ഉറങ്ങിയാലും വേണ്ടിയില്ല, രാത്രി നന്നായിട്ട് ഉറക്കമൊഴിയാൻ വേണ്ടിയിട്ട് നമ്മളെ ബോഡിനെ ഇപ്പോഴേ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരിക അല്ലെ. നമ്മൾ സാധാരണഗതിയിൽ ഇപ്പോഴൊക്കെ നല്ലോണം ഉറങ്ങും, 1 മുതൽ 20 വരെയും ഉറങ്ങും. അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ ബോഡിനെ ട്രെയിൻ ചെയ്യുക എന്തിന്, ഉറക്കൊഴിയാൻ. പക്ഷെ അതല്ല, നമുക്ക് ഇപ്പോഴേ ട്രെയിൻ ചെയ്ത് തുടങ്ങാം അല്ലെ. അപ്പം ചോദിക്കും നമുക്ക് റമദാനില് തറാവി ഇല്ലല്ലോ, പിന്നെ എന്തിനാ നേരത്തെ എഴുന്നേൽക്കുന്നത്? പക്ഷെ തറാവി കഴിഞ്ഞു പോയാലും നേരത്തെ എഴുന്നേറ്റ് ദുആ ചെയ്യുന്നതിനും വുളുവിന്റെ സുന്നത്ത് നിസ്കരിക്കുന്നതിനും ഒരുപാട് അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നതിനും ഇനി വരാനിരിക്കുന്ന ഷർറ് നീങ്ങാനും കുറെ ദുആകളും കുറെ ദിക്റുകളും ഒക്കെ ചെയ്തൂടെ? അതൊക്കെ ആരോ കൈപിടിച്ച് വെക്കുവോ? അതാ അഫ്ളലു ടൈമല്ലേ അല്ലെ. അള്ളാഹു തബാറക്കല്ലാഹു തആല ഇല സമായി ദുനിയ അല്ലെ. അള്ളാഹു 7ാം ആകാശത്തിൽ നിന്ന്, മുകളിൽ നിന്ന് ഏറ്റവും അടുത്ത ഭൂമിന്റെ അടുത്ത ആകാശത്തിലേക്ക് വന്ന് ചോദിക്കും, മൻ യദൂനി അസ്തജിബ് ലക്കും, മൻ യസ്അലൂനി ഫഅതിയാഹു, മൻ
ആരാണ് എന്നോട് ചോദിക്കുന്നത്, ആരെന്ത് വേണമെങ്കിലും ചോദിച്ചോ, ഞാനത് അവന് നൽകും അല്ലേ. അവന് എന്താണോ എന്നോട് ദുആ ചെയ്യുന്നത് അവന് അതത് ഉത്തരം നൽകും. എന്ത് കാര്യത്തിനാണോ ചോദിച്ചത് അതിന് ഉത്തരവും കിട്ടൂലേ. ഒരു പാപമോചനം തേടിയാൽ പാപം പുറത്തു കൊടുക്കൂലേ. ഇന്നല്ലാഹ ഗഫൂറും വദൂദ് അല്ലേ. അള്ളാഹു ഏറ്റവും കൂടുതൽ പൊറുക്കുന്നവനാണ്. ദുൽ അർഷിൽ മജീദ് അല്ലെ. അതായത് പിന്നെ അർഷിന്റെ ഉടമസ്ഥനുമാണ്. അള്ളാഹുവിനെ പറ്റി പറയുകയാണെങ്കിൽ അല്ലെ. പിന്നെ ഫഗാലുലിമായുരീദ്, അവൻ ഉദ്ദേശിക്കുന്നത് എന്താണോ അത് അവന് ചെയ്യും. അവന് യാതൊരു മടിയുമില്ല, ആരെ സമ്മതവും വേണ്ട. അപ്പൊ ആ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഡെയിലി വരുന്നുണ്ട്. ഉണ്ടായ കാലം മുതലേ വരുന്നുണ്ട്, ഇപ്പോഴും വരുന്നുണ്ട്, ഇനി എന്നും വന്നുകൊണ്ട് അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ക്ഷീണോ മണ്ണ് നോമ്പോ ഒന്നും അള്ളാഹിനെ ബാധിക്കുന്നില്ല അല്ലെ. അപ്പൊ അതുപോലെ ആ സമയത്ത് നമ്മൾ മാക്സിമം ഇപ്പം പിന്നെ തറാവീഹ് നിസ്കരിച്ചതാണെങ്കിൽ പോലും നമ്മൾ ഒരു 2 3 എണീച്ച് താഴെ സമയത്തിന് മുമ്പായിട്ട് കുറെ ദുആകളിൽ ദിക്റുകളിലൊക്കെ ഏർപ്പെട്ട് സ്വസ്ഥമായിട്ട് ഇരുന്ന് ചെയ്യാൻ. നമുക്ക് വേണമെങ്കിൽ വലിയൊരു മുസല്ലന്റെ അടുത്ത് വലിയൊരു കാർപ്പറ്റ് വെച്ച് അതുമ്മ കിടന്ന് കുറെ ഓതി കുറെ നിസ്കരിച്ച് അങ്ങനെ ആ ഒരു ഇതുമായിട്ട് രാത്രി കഴിച്ചു കൂടാൻ ശ്രമിക്കുക അല്ലെ. അമലുകളോട് കൂടിയിട്ട് നമ്മളോട് പണ്ടത്തെ ഒക്കെ കാലത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമയൊക്കെ പിന്നെ ഇറാ ഗുഹയിലൊക്കെ പോയിട്ട് തപസ്സിരുന്ന കാലമൊക്കെ ഉണ്ടായിരുന്നില്ലേ. നമ്മളോടൊന്നും അതൊന്നും പറയുന്നില്ലല്ലോ. പട്ടിണിയും ഭക്ഷണവും ഒന്നും ഇല്ലാണ്ട് നിങ്ങൾ തപസ്സിരിക്കണമെന്നൊന്നും അല്ലേ. അപ്പൊ നമുക്ക് ഇത്രയും നമുക്ക് കഴിയാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം. അതും പ്രത്യേകിച്ച് എസ്പെഷ്യലി റമളാൻ മാസത്തിൽ ഒരു സുന്നത്തിന് ഫർദിന്റെ കൂലി എത്രാന്നിട്ട് നമുക്ക് അറിയില്ല അല്ലെ. അത് 70 ആണോ 70,000 ആണോ 7 കോടിയാണോ ഒന്നും നമുക്കറിയില്ല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ കാരുണ്യമാണ് ഈ പരിശുദ്ധ റമളാനിൽ. ഇത് നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണമെങ്കിൽ നമ്മൾ കുറേ ചേഞ്ചസ് ഒക്കെ വരുത്തണം അല്ലെ. പിന്നെ ധാരാളമായി സദക്ക സക്കാത്തുകൾ കൊടുക്കാൻ വേണ്ടി ദുആ ചെയ്യും. അപ്പൊ നിങ്ങൾ നമ്മളെ കയ്യിൽ ഇല്ലാലോ. അപ്പൊ സദക്കന്റെ ഒപ്പം സക്കാത്തും കൂടെ ദുആ ചെയ്യുന്നതിന്റെ ആവശ്യം എന്താണെന്ന് അറിയോ. അഖീമുസ്സലാത്ത വആതു സക്കാത്ത വഅതിഉ റസൂല ലഅല്ലകും തുർഹമൂൻ. സക്കാത്ത് നൽകുകയും നമസ്കാരം നിലനിർത്തുകയും റസൂലിനെ അനുസരിക്കുകയും ചെയ്യുന്നവൻ അള്ളാഹു ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടേക്കാം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അപ്പം പിന്നെ വേറൊരു ചോദ്യം വരും, സദക്ക കൊടുക്കാൻ തന്നെ ഇല്ല, സക്കാത്ത് പിന്നെ എങ്ങനെ കൊടുക്കാൻ. അപ്പൊ സദക്ക കൊടുക്കാൻ ദുആ ചെയ്യുമ്പോ സക്കാത്തും കൂടെ ദുആ ചെയ്യുക. അതിന്റെ ഉള്ളിൽ ഒരു ഇന്നർ മീനിങ് ഉണ്ട്. എന്താണെന്നറിയോ നിങ്ങൾക്ക്? ആർക്കെങ്കിലും അറിയോ? സക്കാത്തും കൊടുക്കാൻ അള്ളാഹു ഭാഗ്യം നൽകണേ അനുഗ്രഹം നൽകണേ എന്ന് ദുആ ചെയ്യുന്നതിന്റെ ഒരു ഇന്നർ മീനിങ് അറിയോ? സദക്ക കൊടുക്കാൻ നമുക്ക് 100 റുപ്യ 1000 റുപ്യ ഒക്കെ ഉണ്ടായി കൊടുക്കാം. സക്കാത്ത് കൊടുക്കാൻ പര്യാപ്തമാവണേ നമ്മളൊരു നല്ലൊരു പണക്കാരി തന്നെ ആവണം അല്ലേ. അപ്പൊ അതിലേക്കും കൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താക്കുന്നുണ്ട്, നമ്മളെ പ്രാപ്തരാക്കുന്നുണ്ട് എന്ന് വേണം പറയാൻ അല്ലേ. സക്കാത്ത് കൊടുക്കാൻ സദക്കന്റെ ഒപ്പം സക്കാത്തിന് വേണ്ടി ദുആ ചെയ്താൽ നമ്മുടെ സ്വത്ത് ഒരുപാട് ഉണ്ടാകുന്നു, 1 ലക്ഷം ഉണ്ടാകുന്നു, അതിൽ നിന്ന് നമ്മൾ 12,500 കൊടുക്കുന്നു അല്ലേ. അങ്ങനെ അപ്പം അത് 12,500 ആണോ ശതമാനക്കണക്ക് ശരിക്കും അറിഞ്ഞൂടാ. അപ്പൊ അങ്ങനെ അപ്പൊ ഓരോ കാര്യത്തിനും നമ്മൾ ഇങ്ങനെ കൊടുക്കാനും കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അതിനുള്ള ബർക്കത്ത് നൽകും. കാരണം നമ്മൾ ദുആ ചെയ്യും വേണം, നമ്മൾ മനസ്സിൽ കാണുകയും വേണം കേട്ടോ. നമ്മൾ മനസ്സിൽ കാണണം, എൻ്റെ അടുത്ത് കുറെ പൈസ ഉണ്ടാകുമ്പോൾ എനിക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റും, ഞാൻ കുറെ ആൾക്കാരോടൊക്കെ ചോദിച്ച് വാങ്ങിയതല്ല അവർക്കെല്ലാം എനിക്ക് കൊടുക്കാം, അള്ളാഹുവിനെ എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അള്ളാഹിനോട് നമ്മൾ ചോദിക്കണം അല്ലെ. അതായത് വക്കാനൽ ഇൻസാനു കത്തൂറാന്ന് ഖുർആൻ പറയുന്ന വെറുതെ ഒന്നല്ല അല്ലെ. അള്ളാഹുവിന്റെ ഖജനാവിന്റെ താക്കോല് അവന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ പോലും അത് പിന്നെ ചെലവഴിക്കാൻ മനുഷ്യന് പിശുക്കന്മാരാ. മനുഷ്യൻ വിചാരിക്കും അത് തീർന്നു പോകും, അത് നമ്മളൊരു സ്വഭാവമാണ്. അതുകൊണ്ട് നമ്മൾ അതിന് 2 കാര്യത്തിനും സക്കാത്തിനും സ്വതക്കക്ക് മാത്രമല്ല സക്കാത്തിനും വേണ്ടിയിട്ടും ദുആ ചെയ്യുക. പിന്നെ ളുഹാ, ഇഷ്റാഖ്, തറാവീഹ്, ഖിയാമുൽ ലൈൽ മുതലായ മുതലായ നമസ്കാരങ്ങൾ തുടങ്ങുക അല്ലെ. അത് നിസ്കരിക്കാത്തവരാണെങ്കിൽ പുതുതായിട്ട് തുടങ്ങുക, നിസ്കരിക്കുന്നവരാണെങ്കിൽ നിസ്കാരത്തിന്റെ ദൈർഘ്യം വർദ്ധിപ്പിക്കുക അല്ലെ. പിന്നെ പള്ളി തറാവീഹ് നിസ്കാരം
ഹെൽത്തിൽ പങ്കെടുക്കാൻ പറ്റാത്തവർക്ക് ഖിയാമുൽ നിസ്കരിക്കുന്ന ഒരു രീതി ഉണ്ട്. അത് ഞാൻ പിന്നീട് ഒരിക്കൽ പറഞ്ഞു തരാം അല്ലെ. അവർക്കൊന്ന് ദീർഘമായിട്ട് വീട്ടിൽ നിന്ന് നിസ്കരിച്ചാലും ഒരുപാട് പ്രതിഫലം ഉണ്ട്, അതിനെക്കുറിച്ച് പറഞ്ഞു തരാം. പിന്നെ ഹെൽത്ത് ഡ്രിങ്ക്സ് റമദാനാന്ന് പറഞ്ഞാല് ഓട്ടോമാറ്റിക്കലി നമുക്ക് ക്ഷീണം ഒന്നും ഇല്ലാണ്ടിരിക്കുകയോ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ജോലി എടുത്ത് ഉറക്കം കഴിഞ്ഞാലൊക്കെ ബോഡി ടയേർഡ് ആവും. അപ്പൊ അതിനെ പറ്റിയ ഹെൽത്ത് ഡ്രിങ്ക്സോ ഹോമിയോ മെഡിസിൻസ് ഒക്കെ എടുത്ത് ഇപ്പോഴേ നമുക്ക് ചോദിച്ചോളാം. അപ്പൊ പിന്നെ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. അങ്ങനെ മെഡിസിനോ ചിലര് പറഞ്ഞാൽ ആയുർവേദ പിന്നെ കഷായങ്ങളോ അരിഷ്ടങ്ങളൊക്കെ വാങ്ങി കുടിക്കുന്ന, അരിഷ്ടമൊക്കെ കുടിച്ചാൽ നല്ല ഉന്മേഷം ഉണ്ടാവും പറ്റുന്നവർക്ക്. അങ്ങനെയൊക്കെ കുടിച്ചാൽ നമ്മളെ ബോഡി ഒന്ന് ഫിറ്റ് ആക്കി വെക്കണം അല്ലെ. അല്ലാണ്ട് ഈ ഇപ്പൊ ഉള്ള ഒരു ആരോഗ്യത്തോടു കൂടി നമ്മളത് കണ്ടിന്യൂ ചെയ്താൽ ചിലപ്പോൾ നമുക്ക് ഒരുപാട് അമലുകളൊന്നും എടുക്കാൻ പറ്റിയെന്ന് വരൂല അല്ലെ. അതിന് മാത്രമൊന്നും എനർജി കിട്ടൂല. അതുപോലെ കാലുവേദന ഉള്ളവരാണെങ്കിൽ കാലുവേദനയ്ക്ക് മെഡിസിൻ എടുക്കുക, എന്നിട്ട് പള്ളിയിലേക്കുള്ള നടത്തവും നിസ്കാരവും ഒക്കെ ആകുമ്പോൾ കാലുവേദന വർദ്ധിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആദ്യം മരുന്ന് കുടിക്കുക. പിന്നെ യൂറിൻ ഇൻഫെക്ഷൻ ഒക്കെ ഉള്ളവരാണെങ്കിൽ വെള്ളം കുടിച്ച് അതിന് ഇപ്പോഴേ മെഡിസിനൊക്കെ കുടിച്ച് അതിന് തയ്യാറാവുക അല്ലെ. അപ്പൊ ബോഡി ഒന്ന് ഹെൽത്തി ആയിട്ട് വെക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ ചിലർ ഈ നോമ്പിന്റെ ഓണത്തിനിടക്ക് പുട്ടുകച്ചവടം എന്ന് പറഞ്ഞ പോലെ ചിലർ ഈ ഹെൽത്തി ഗ്രൂപ്പിലൊക്കെ നോമ്പ് പിടിച്ചൊന്ന് ശരീരം ഒന്ന് സ്കെൽട്ടൺ ആക്കാന്ന് വിചാരിക്കുന്നവരുണ്ട്. അതിന്റെ ട്രിപ്സ് ഒക്കെ വേറെ തന്നെ പറയാം, അതിന്റെ കൂടെ പറയുന്നില്ല അല്ലെ. എന്ത് തന്നെ ആയാലും ഏത് ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലായാലും എത്തിക്കാഫിന് വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക, മാക്സിമം ദുആ ചെയ്യുക അല്ലെ. അതായത് മക്കളോടൊപ്പം ഹസ്ബൻഡിനോടൊപ്പം ഇരിക്കാൻ പറ്റുമെങ്കിൽ ഇരിക്കുക. അത് ഏറ്റവും ദാലിക്കും ഹൈറുലൊക്കെ അത് നിങ്ങൾക്കൊരു ഭയങ്കര നല്ലതായ ഒരു എനർജി അള്ളാഹുവിന്റെ അടുത്ത്. നമ്മൾ ഈ 365 ദിവസത്തിൽ 55 ദിവസം നമ്മളെ വീടും മക്കളും കുട്ടികളും ബാക്കിയുള്ള ചിന്താഗതി അത് ഒരു പ്രത്യേക അനുഭൂതി. എല്ലാവരും കൂടിയിട്ട് നിസ്കരിക്കുക, എന്നിട്ട് അവിടെ കിടക്കുക, എന്നിട്ട് ദുആ ചെയ്യുക അല്ലെ. എന്നിട്ട് രാവിലെ ഇശ്റാഖ് നിസ്കരിച്ചിട്ട് പള്ളിയിൽ നിന്ന് വരിക, അതൊക്കെ ഒരു നല്ലൊരു അനുഭൂതി. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്റെ ഹസ്ബൻഡ് സമ്മതിക്കൂല അല്ലെ, അവര് മൂപ്പര് സുന്നി ആശയക്കാരനാണല്ലോ, അല്ലെങ്കിൽ മൂപ്പർക്ക് അങ്ങനെ ഒന്നും നിങ്ങൾ വിചാരിക്കേണ്ട. നിങ്ങൾ ദുആ ചെയ്തിടുക, അള്ളാഹു ചിലപ്പോൾ നിങ്ങൾക്ക് സാധിച്ചു തരുമായിരിക്കും അല്ലെ. അത് പറയാൻ കാരണം വെച്ചാൽ കഴിഞ്ഞ കൊല്ലം അതിന്റെ മുമ്പത്തെ കൊല്ലൊക്കെ എത്തിക്കാഫിന്റെ ക്ലാസ് ഇതുപോലെ കൊടുത്തപ്പോ പെണ്ണുങ്ങളൊക്കെ ഇതുപോലെ ദുആ ചെയ്തു. എന്നിട്ട് അവര് നോമ്പ് കഴിഞ്ഞപ്പോ പറഞ്ഞു, ഉസ്താദ് പറഞ്ഞ പോലെ ഞാൻ ചോദിച്ചു, ഇനി എന്താന്നറിയില്ല കൊണ്ടാക്കി തന്ന് കംപ്ലീറ്റ് സപ്പോർട്ട് തന്ന് പോയിക്കോന്നും പറഞ്ഞ് സമ്മതിച്ച് പറഞ്ഞയച്ച് എന്നൊക്കെ പലരും പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, എൻ്റെ ഒരു പണ്ടുള്ള ഫ്രണ്ടാണ്. അപ്പൊ അവള് എക്സ് ഗൾഫാണ് ഹസ്ബൻഡ്. ഇപ്പൊ ഇവർക്ക് എന്തോ പ്രശ്നവും അസുഖമൊക്കെ ഉണ്ട്. അപ്പോൾ തന്നെ ഞാൻ പോകുന്നില്ല, ഈ പോയിക്കോ എന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടിച്ച് പറഞ്ഞയച്ച്. അങ്ങനെ അവിടെ എത്തിയപ്പോ ഇതുപോലെ ഇവർക്ക് എന്തോ ഒരു അസ്വസ്ഥത തോന്നി. അടുത്ത വീട്ടിൽ നിന്ന് പിന്നെ ഭാര്യയുടെ അനിയത്തിനെ ഹസ്ബൻഡിനെ ഒക്കെ വിളിച്ച് അവര് പോയി ഇവരെ പള്ളിയിൽ പോയി കൂട്ടി. പള്ളിയിൽ ഫോൺ ഓഫ് ആക്കിയല്ലേ കിടക്കുക, അപ്പൊ പിന്നെ ഫോണ് കിട്ടൂല. അങ്ങനെ ഒരു പള്ളിന്റെ അകത്ത് കയറി വിളിച്ചു വന്ന് അതുപോലെ അയാൾക്ക് എന്തോ അസ്വസ്ഥത അനുഭവപ്പെട്ട് ഇവരെ മടിയിൽ കിടന്ന് കഞ്ഞിയും കുടിച്ച് മരിച്ച്. അപ്പൊ നോക്കിയാ ഭർത്താവിന്റെ തൃപ്തിയോട് കൂടി ഇത്തിക്കാഫിന് പോയി, അസുഖാന്ന് വന്ന് തിരിച്ചു വന്നു. അതുവരെ അള്ളാഹു ആയുസിനെ കൊടുത്തല്ലോ അല്ലെ. എന്നിട്ട് ഇവരെ മടിയിൽ കിടന്നിട്ട് അയാൾ മരിക്കുകയും ചെയ്തു. അപ്പൊ നോക്കിയാട്ടെ, അപ്പൊ അതാണ് അള്ളാന്റെ ഒരു കുതിർത്ത് എന്ന് പറയുന്നത്. ഭയങ്കര എന്താ പറയാ, ഇത്തിക്കാഫില് ഒത്തും നിസ്കാരവും ആംബിയൻസ് ഒക്കെ നമുക്കൊരു ഭയങ്കര സന്തോഷം. അത് കഴിഞ്ഞ് നിസ്കാരം കഴിയുമ്പോഴത്തേക്ക് നല്ല വിശപ്പായി. ഇത്തിക്കാഫ് ഇരിക്കാത്തവർക്ക് വേണ്ടിയിട്ട് പറയാണ്, ഇപ്പൊ പള്ളിയിൽ ഹറമിൽ പോവാണെങ്കിലും നിങ്ങൾ എത്തിക്കാഫ് ഇരിക്കണം കേട്ടോ, അല്ലാണ്ട് റൂമിലൊന്നും കിടന്ന് ഉറങ്ങരുത്. നമ്മള് പള്ളിയിലിരിക്കുകയാണ്, നിസ്കാരം കൊണ്ട് കഴിയുമ്പത്തേ ഭയങ്കര വിശപ്പാ. കുറേ നിന്നിട്ടുള്ള നിസ്കാരാണല്ലോ. അപ്പൊ അത് കഴിയുമ്പോ വിശപ്പ് വേണം. ഇപ്പൊ നമ്മള് ഭക്ഷണം എടുക്കുമ്പോ എല്ലാരും ആകെ ഓരോന്നോരോന്നുണ്ടാവും. കുറെ ഫ്രൂട്ട്സ് കൊണ്ടുവരും, കുറെ സമൂസ, അങ്ങനെ പലതും. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തമാശ പറഞ്ഞ കുടിച്ച് തിന്ന് എല്ലാം എന്താ പറയാ, ഇതൊക്കെ എന്തോ ഒരു പ്രത്യേക അനുഭൂതിയാണ്. നമ്മള് വിശ്വാസികളൊക്കെ വളരെ സ്നേഹത്തോടെ നിൽക്കെങ്കിലും കൂടി നമ്മൾ ഒരുമിച്ച് കിടക്കുന്ന ഒരു ചാൻസ് ഉണ്ടാവലില്ലാലോ അല്ലെ. പക്ഷെ ഒരുമിച്ച് കിടന്ന് വെച്ച് തമാശ പറയാനൊന്നും പറ്റൂല, പള്ളിയിൽ സീരിയസ് ആണ്. പക്ഷെ എന്നിരുന്നാലും നല്ലൊരു എന്താ പറയാ, നല്ലൊരു സന്തോഷം നിറഞ്ഞൊരു മുഹൂർത്തം തന്നെയാണ് അത്. മാത്രമല്ല അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ ഒഴിഞ്ഞിരിക്കുക അല്ലെ. മറ്റുള്ള ഫോൺ കോളുകളോ വീട്ടിലെ കാര്യങ്ങളോ തിരുമ്പല് മടക്കല് അങ്ങനെ കണ്ടെല്ലാം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിവെച്ച്, എത്ര വലിയ ഗുദാമ പോലത്തെ വീടാണെങ്കിലും വീട്ടിന്റെ താക്കോൽ ആരെങ്കിലും ഏൽപ്പിച്ചില്ലേ അള്ളാന്റെ അടുത്ത് വന്ന് കിടക്കുകയും നിസ്കരിക്കുകയൊക്കെ ചെയ്യുന്നത് പ്രത്യേക അനുഭൂതി തന്നെയാണ്. അതിനെ കുറിച്ചിട്ട് ഞാൻ ഇൻഷാ അല്ലാഹ് ഇത്തികാഫ് അടുപ്പിച്ചിട്ട് പറഞ്ഞു തരും. ഇപ്പൊ ഞാൻ അതിന്റെ ഒരു എന്താ പറയാ, ഒരു സിറ്റുവേഷനെ കുറിച്ചിട്ട് ഞാൻ വിശദീകരിക്കുകയാണ്. നിങ്ങൾ ഇപ്പോഴേ ദുആ ചെയ്തിട്ടാ നിങ്ങൾ ഏത് കടുംപിടുത്തക്കാരനായ അമ്മായിമായാലും ശരി അല്ല
ഹസ്ബൻഡ് ആണെങ്കിലും ശരി, വെറുതെ ചൊറിയുന്ന അമ്മായിമാണെങ്കിലും ശരി, അവർക്കെല്ലാം അള്ളാഹു ഒരു സൈലന്റ് ആയിട്ടുള്ള ഒരു അനുമതി നൽകാനുള്ള ഒരു പോംവഴി മഹ്റജ് അള്ളാഹു കാട്ടിത്തരും. നിങ്ങൾ ദുആ ചെയ്തോളി, അള്ളാഹു തരാണ്ടിരിക്കില്ല. ഇപ്പൊ അടുത്തൊരു സഹോദരി വിളിച്ചിട്ട് പറഞ്ഞു, മുന്തസ്താങ്ങളെ ക്ലാസ് കേട്ടിരുന്നു ഞാന്, മറ്റേ പള്ളിയിൽ പോകുന്ന പ്രതിഫലത്തെ കുറിച്ചിട്ട് ഒരുപാട് ഒരു ഫുൾ ക്ലാസ് പറയാൻ മാത്രമല്ല, പറഞ്ഞപ്പോ മുതൽ ഞാൻ പള്ളിയിൽ പോക്കുണ്ട്, എനിക്ക് ഭയങ്കര സന്തോഷം. പള്ളി അടുത്തൊക്കെ എന്നാലും പോകാൻ തോന്നലില്ല. അപ്പൊ ആ പ്രതിഫലമൊക്കെ കേട്ടപ്പോ ഞാൻ പോയി തുടങ്ങി എന്നൊക്കെ പറഞ്ഞു. അതുപോലെ നമ്മൾ ഓരോന്ന് കേൾക്കുമ്പോഴാണല്ലോ നമുക്കത് എൽമിറ്റു അമലിലേക്കായി വരിക, അല്ലെ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ടല്ലോ, ഫായിദാ ഫറഗത ഫൻസബിലെ, നിങ്ങൾ ഒന്നിൽ നിന്ന് വിരമിച്ചാൽ മറ്റൊന്നിലേക്ക് ആയിക്കൊള്ളുക, അല്ലെ? ഇന്നമാൽ ഉസ്രി യുസ്ര, അതായത് ഏത് പ്രയാസത്തിനോടൊപ്പം ഒരു എളുപ്പം ഉണ്ടാവും, അല്ലെ? ഇപ്പൊ നമ്മൾ വിചാരിക്കും എങ്ങനെയാ പോവുക, അതൊക്കെ അന്നേരം അള്ളാഹു ഒഴിവ് തരും. അല്ല, ഒഴിവും സൗകര്യവും വീട്ടുപണികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ ആ 10 ദിവസങ്ങളിൽ ഇല്ലുണ്ടല്ലോ, നമ്മൾ വല്ലാണ്ട് വീടും മറ്റുള്ള കാര്യങ്ങൾ, ഡ്രസ്സ് വാഷ് ചെയ്യൽ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ കെയർ ചെയ്യൂല. ആ സമയം നമ്മൾ അതിന് മാറ്റിയപ്പോൾ ഇവിടെയൊക്കെ ആണെങ്കിൽ നോമ്പിന് സക്കാത്ത് സദക്കയൊക്കെ വാങ്ങാനൊക്കെ വരുന്നവരോട് പറയും, നോമ്പ് 15ന്റെ മുമ്പ് വരവും വാങ്ങലൊക്കെ തീർക്കണേ, അല്ലെ? നമ്മൾ വീട്ടിലെത്തിക്കുന്നവർക്കല്ല അങ്ങനെ കൊടുക്കുക, എത്തിക്കാത്ത ഒരുവിധം വന്ന് വാങ്ങുന്നവരോട് അറിയും, നിങ്ങൾ 15 കഴിഞ്ഞാൽ ഇവിടെ ഒരു കാരണവശാലും നേരം വെളുത്താലും ബെല്ലടിക്കരുത്, അല്ലാത്ത സമയത്ത് വരരുത്, ഉച്ചക്കറ്റം വരികയല്ലാണ്ട്. കാരണം നമ്മളിപ്പോ അതെല്ലാം കഴിഞ്ഞ് ഇഷ്റാഖും കഴിഞ്ഞ് ഒന്ന് കിടന്നുറങ്ങുമ്പോഴായിരിക്കും ബെല്ലോട് ബെല്ലില്ല. അപ്പൊ ആ ബെല്ല് കേട്ട് നമ്മൾ ഉറക്ക് ഡിസ്റ്റർബ് ആവും. അങ്ങനെ ഉറക്ക് ഡിസ്റ്റർബ് ആയി നമുക്ക് രാത്രി ഓതാനോ നിസ്കരിക്കാനോ ദുആ ചെയ്യാനോ ഒന്നും പറ്റൂല. അപ്പൊ നമ്മളെ അമലുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ ലൈഫ് ഷെഡ്യൂളൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് വരുത്തണം. അത് നിങ്ങൾ ഓപ്പണായിട്ട് പറയുക വേണം. അപ്പൊ അതുകൊണ്ട് രാവിലെ 20 കഴിഞ്ഞാൽ എല്ലാവർക്കും ഇവിടെ വരാൻ പേടിയാ, കാരണം അങ്ങനെ വരരുതെന്ന് പറയും. കാരണം നമ്മൾ ഉറങ്ങുന്ന സമയമാണല്ലോ, നമ്മൾ ഉറക്കും പ്രധാനമാണല്ലോ. രാത്രി ഉറക്കൊഴിഞ്ഞ് വെച്ച് പകൽ ഉറങ്ങരുത് എന്നൊന്നും സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടില്ലാലോ. പിന്നെ എൻ്റെ തഹജ്ജുദിലെ പുസ്തകത്തിൽ കുറച്ച് ബ്ലാങ്ക് സ്പേസ് ഉണ്ടാവും. അതായത് കുറെ ദുആകൾ എനിക്കറിയാവുന്ന പ്രവാചകന്റെ സുന്നത്തൊക്കെ എഴുതിയ ശേഷം, അതെന്താന്ന് വെച്ചാൽ നമുക്ക് സ്വന്തമായിട്ട് കുറേ ആവശ്യങ്ങൾ ഉണ്ടാവും, അല്ലെ? അതൊക്കെ പിന്നെ നമുക്ക് അള്ളാഹുവിനോട് നേരിട്ട് പറയാന് അങ്ങനെയുള്ള ഒരു ചാൻസ് ആണത്. അപ്പൊ അത് എന്താന്ന് വെച്ചാല് ആ ദുആകളൊക്കെ അവിടെ എഴുതി വെക്കാം, അല്ലെ? ഒന്നാമത് ചിലപ്പോ നമ്മളെ മക്കളെ ഹസ്ബൻഡ് വീട്ടിലേക്ക് അയക്കുന്നുണ്ടാവൂല, ചിലപ്പോ ഏതെങ്കിലും ഒരു പേരക്കുട്ടി ഉണ്ടാവും, കിടക്കേ കിടന്ന് ബെഡ് വെറ്റിംഗ് പ്രോബ്ലം, അല്ലെ? കിടക്കയിൽ മൂത്രം ഒഴിക്കുന്നുണ്ടാവും. പിന്നെ ചില കുട്ടികൾക്ക് ലേണിംഗ് ഡിസേബിലിറ്റി, പിന്നെ എന്തെങ്കിലും നമ്മളെ മക്കളും പുതിയാപ്പിളമാരൊക്കെ അന്യ നാട്ടിലാണ്, നമുക്കൊരു പേടി എപ്പോഴും അവർക്ക് എന്താ സംഭവിക്കാൻ, ഏതെങ്കിലും പെണ്ണിനായിട്ട് കൊണ്ടുവരുമോ, വേറെ എന്തെങ്കിലും വിഷമം ഉണ്ടാവുക, ജോലി പോവാം, അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലേ? പിന്നെ ചിലര് നമ്മളെ വീട്ടിലും നാട്ടിലും തന്നെ ഉണ്ടാവും നമസ്കാരം നിലനിർത്താത്തവർ, ചിലർ വല്ലാത്ത അസുഖമായിട്ട് ബുദ്ധിമുട്ടുന്നവർ, അല്ലെ? അടുക്കളയിലെ പണി എത്ര ചെയ്തിട്ടും തീരുന്നില്ല, എത്ര ചെയ്താലും അങ്ങനെയുണ്ട് കേട്ടോ. അതിനൊക്കെ ദുആ ചെയ്താൽ മാറ്റം ഉണ്ടാവും. അടുക്കള നമുക്ക് ഫ്രീ ആക്കി തരും അല്ലാഹ്. അടുക്കളയിലെ പണി നമ്മൾ പോകുമ്പത്തിനൊക്കെ തീർന്ന പോലെ ഉണ്ടാവും. അല്ലെങ്കിൽ അടുക്കളയിൽ തന്നെ ചുറ്റിത്തിരി അടുക്കള എളുപ്പമാക്കാന് അങ്ങനെ എന്തെല്ലാം കാര്യമുണ്ട്. അങ്ങനെ രാത്രിയിൽ കിടന്ന് സുജൂദിൽ കിടന്നിട്ട് ഒരുപാട് പാപമോചനം തേടാം. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ രാത്രി ചെയ്യാനുണ്ട്. അപ്പൊ നമ്മള് പകലത്ത് ലക്ഷം ഉറങ്ങിയിട്ട് രാത്രിയിലേക്ക് അതിനൊക്കെ വേണ്ടി മാറ്റി വെക്കുക, അല്ലെ? ഇടക്കിടക്ക് തൗബ നമസ്കരിക്കുക, തൗബ ചെയ്ത് മടങ്ങുക. തൗബ ചെയ്താന്ന് പറഞ്ഞാൽ വലിയ വലിയ പാവങ്ങൾക്കാണ് തൗബ. എന്നിരുന്നാലും നമുക്കറിയില്ല നമുക്ക് എന്തെല്ലാം പറ്റിപ്പോയി എന്നുള്ളത്, അല്ലേ? നമുക്കറിയാലോ. ഇപ്പൊ അടുത്തൊരു ദിവസം ഒരു വീഡിയോ ഇട്ടത് കണ്ടില്ലേ, ഒരു 2 ആൺകുട്ടികൾ എണീച്ച് പുറത്ത് വന്ന് നോക്കിയപ്പോ സൂര്യൻ ഉദിക്കാത്തത് കണ്ട്. അതുപോലെ ഒരു സുപ്രഭാതത്തിൽ സൂര്യൻ ഉദിച്ചില്ലെങ്കിൽ നമുക്കൊക്കെ തൗബ ചെയ്ത് ഖേദിച്ച് മടങ്ങാനുള്ള ഒരു ചാൻസ് നഷ്ടപ്പെടില്ല. അതല്ലാ, തൗബ ചെയ്ത് മടങ്ങിയിട്ട് അള്ളാന്റെ അടുത്തേക്ക് എത്താൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ ഒരിക്കല് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കഥ പറഞ്ഞെടുത്താണ്. ഒരു മനുഷ്യൻ ഭയങ്കര ധർമ്മിഷ്ഠനാണല്ലോ, എല്ലാവർക്കും സദക്ക കൊടുക്കുകയും സൽക്കാരം കഴിക്കുകയും മന നോക്കുകയും എല്ലാം ചെയ്യുമല്ലോ, ഭയങ്കര നല്ല മനുഷ്യൻ. അങ്ങനെ ഓൻ അവിടെ ചെന്നപ്പോ ഓനെ വിളിച്ചപ്പോ ശഫാഅത്തിന് വേണ്ടി വിളിച്ചപ്പോ അള്ള പറഞ്ഞ പോലെ ഓൻ്റെ അതൊന്നും സ്വീകരിക്കണം. എന്താ കാരണം? ഓൻ നല്ലോനല്ല, പക്ഷെ ഓൻ ഒരിക്കൽ പോലും അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞിട്ടില്ല. അള്ളാഹുവേ നീ എനിക്ക് പുറത്തു തൊണ്ടാന്ന് പറയുന്നത് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണല്ലേ. അത് നമുക്ക് പറയാനും മടിയാണ്. അപ്പൊ ഒരിക്കൽ പോലും ഓൻ അത് പറഞ്ഞിട്ടില്ല എന്നാണ് അള്ളാഹിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഇങ്ങനെ ധാരാളമായിട്ട് ഇസ്തിഗ്ഫാറും വർദ്ധിപ്പിക്കണം, അല്ലെ? തൗബ നമ്മൾ തെറ്റ് ചെയ്തോ ഇല്ലേ എന്നുള്ളതൊന്നല്ല, ഇതുവരെ ചെയ്ത തെറ്റിനോ ഇനി മരിക്കുന്നത്
അതുവരെയുള്ള തെറ്റിലേക്കും തൗബ ചെയ്ത് മടങ്ങിക്കൊണ്ടേയിരിക്കണം. പിന്നെ ഫ്രണ്ട്സിന്റെ റിലേറ്റീവ്സിന്റെ ഒക്കെ ശ്രദ്ധക്ക് ചെയ്യാനുള്ളത്, പ്ലീസ് അവോയ്ഡ് ഫോർവേഡ് മെസ്സേജ്, അൺവാണ്ടഡ് മെസ്സേജ്. ഓലോടൊക്കെ പറയണം ദയവ് ചെയ്ത് ഇനി അൺവാണ്ടഡ് മെസ്സേജ് അതിനായിട്ട് ഒരു കൂട്ടർ കുത്തിരിക്കുന്നുണ്ട്, കുറെ തമാശകൾ, കുറെ പിന്നെ എന്താണ് റീൽസ്, കുറെ അത് ഇത് ഞാൻ പറഞ്ഞില്ല ഇങ്ങനൊക്കെ ഇടാനായിട്ട് ഒഴിഞ്ഞ് അവരത് കാണുകയും ചെയ്യും, മറ്റുള്ളവരെ സമയം കില്ല് ചെയ്യുകയും ചെയ്യും അല്ലെ. ടൈം കില്ലിങ് മെസ്സേജസ് അതിന് പറയാം അല്ലെ. ടൈം കില്ലിങ് മെസ്സേജസ് ഒരു കാരണവശാലും പിന്നെ അയക്കരുത്. ഒന്ന് അവരും അവരുടെ സമയം കൊല്ലുന്നു, രണ്ട് ബാക്കിയുള്ള ഒരു ആയിരക്കണക്കിന് ആൾക്കാർ അതെന്താണ് എനിക്കൊന്ന് വിചാരിച്ച് ഓർമ്മയില്ലാണ്ട് ഓപ്പൺ ചെയ്യും. അതുകൊണ്ട് മേലാൽ ഗ്രൂപ്പിലോ പേഴ്സണലോ ആയിട്ട് എനിക്ക് ഒറ്റ മെസ്സേജും ഇടരുത്. അതിനെ കുറിച്ചിട്ടുള്ള ഒരു ഫോർവേഡ് മെസ്സേജ് ഞാൻ തന്നെ ഉണ്ടാക്കി തരാം അല്ലെ. കുടുംബക്കാരെ, സുഹൃത്തുക്കളെ, നമുക്ക് ഇതൊന്നും വേണ്ട. നമ്മൾ നോമ്പിലേക്ക് അള്ളാഹുവിനെ ഓർമ്മിച്ച് അള്ളാഹുവിനെ ആരാധിച്ചിരിക്കാനുള്ള സമയമാണ്. ദയവ് ചെയ്ത് ഫോർവേഡ് മെസ്സേജ് അയക്കാതിരിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് നമുക്ക് ഒരു വിട്ടുകൊടുത്താൽ പിന്നെ നമുക്ക് ഒരു അയക്കാൻ ഒരു ഷെയിം ഉണ്ടാവും അല്ലെ. ഇങ്ങനെ ആ മുംതസിനെ മെസ്സേജ് ഇടുള്ളപ്പോൾ ഇങ്ങനെ ഇടക്കിടക്ക് മെസ്സേജ് പോക്കണ്ട, ഇടക്കിടക്ക് ഇങ്ങനെ എല്ലാ ഫാമിലിയിലേക്കും അത് അയച്ചു കൊടുത്താൽ ഒരു മടിന. നാട്ടിൽ നരേന്ദ്രമോദി എന്ത് ചെയ്യുന്നു, മറ്റിടത്ത് ഇലക്ഷൻ നടക്കുന്നു, ഇങ്ങനെ കണ്ട കാര്യങ്ങളൊന്നും ഇപ്പൊ നമ്മള് റമളാനിൽ അന്വേഷിക്കേണ്ട കാര്യമില്ല അല്ലെ. പിന്നെ ഉപ്പയോ ഉമ്മയോ ഒക്കെ സുഖമില്ലാണ്ട് കിടക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമൊക്കെ ആണെങ്കിൽ അവരൊന്ന് പോയി നോക്കണം. അവർക്ക് നോമ്പിനോ പെരുന്നാളിനോ ഡ്രസ്സ് വേണമെങ്കിൽ വാങ്ങിച്ചു കൊടുക്കണം, അതല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കണം. എന്നിട്ടും പറയാം അമ്മനോട്, നോമ്പാണേ ഞങ്ങൾ ഇങ്ങനെ കാണൂലേ, ഒരു ചെറിയ വാണിയും കൊടുത്തിട്ട് പോരുക അല്ലെ, എനിക്ക് അങ്ങനെ വന്ന് നോക്കാൻ പറ്റൂലേ എന്നുള്ളത് അല്ലെ. അങ്ങനെ അല്ലാണ്ട് ഇപ്പൊ നമ്മള് സാധാരണ പോകുമ്പോലെ വെറുതെ ഇങ്ങനെ പോണ്ട. അതിന്റെ ഇടയ്ക്ക് പല കുടുംബക്കാരിലൊക്കെ പല അസുഖം ബാധിച്ച് കിടക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ പോയി കണ്ട് അവർക്ക് എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ കൊടുത്ത് സന്തോഷിപ്പിച്ച് എല്ലൊക്കെ പോരുക അല്ലെ. എന്നിരുന്നാലും റമളാനിൽ ഈ അങ്ങനത്തെ വിസിറ്റിങ്സ് ഒക്കെ മാക്സിമം ഒഴിവാക്കുന്നതായിരിക്കും നന്നാവുക അല്ലെ. വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു ബിൽ വാലിദൈനി ഇഹ്സാനാ. അതായത് നിന്റെ നാഥൻ നിന്നോട് വിധിച്ചിരിക്കുന്നു, നിങ്ങൾ അവനെയല്ലാതെ വഴിപ്പെടരുത്. ബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നും. ഇമ്മ യബ്ലു അന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ അല്ലെ. അവരിൽ രണ്ടാളോ അല്ലെങ്കിൽ ഒരാളോ നിങ്ങളടുത്തുണ്ടെങ്കിൽ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ, അവരോടൊരു ഛെ എന്ന വാക്ക് പോലും പറയരുത്, പരുഷമായി സംസാരിക്കരുത് എന്നൊക്കെയാണ് പറയുന്നത് അല്ലെ. വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി, കാരുണ്യത്തിന്റെ ചിറകുകൾ നീ അവർക്ക് താഴ്ത്തി കൊടുക്കുകയും ചെയ്യുക. അപ്പം ഫ്രണ്ട്സുമായിട്ടൊക്കെ വല്ലാണ്ട് കട്ടക്കളി കളിക്കുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ട് ഇപ്പൊ ആൾക്കാർക്ക്. ടൂറ് പോലും ഫ്രണ്ട്സ് അതിനൊക്കെ ആയിട്ടൊക്കെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. പറയാ നീ നോമ്പ് കഴിയുന്നവരെ വല്ലാത്ത ലോക്കിയൊന്നും വേണ്ട, പിന്നെ അള്ളയും അമലും ആയിട്ട് തന്നെ ആകാം അല്ലെ. പിന്നെ ഇഫ് യുവർ ഹസ്ബൻഡ് ആങ്കർ ടുവാർഡ്സ് യു, അതായത് നമ്മളെ ഹസ്ബൻഡ് ദേഷ്യം പിടിക്കലും വരവും ഒക്കെ സ്വാഭാവികമാണ്. പ്രത്യേകിച്ച് സിഗരറ്റൊക്കെ വലിക്കുന്ന ആണുങ്ങളുണ്ടെങ്കിൽ നോമ്പിന് അവർക്കൊരു ഭയങ്കര ചൂടാണ്. അപ്പൊ മനസ്സിലാക്കുക അത് നോമ്പാണ് അല്ലെ. ഒരിക്കലും അതിന് പ്രതികരിക്കരുതില്ല, അതിനൊരു മറുപടി കൊടുക്കാൻ പോകരുതില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കലും ഒരു സഹാബി ചോദിക്കുകയുണ്ടായി, എന്താണ് റസൂലെ ഏറ്റവും നല്ല കർമ്മം എന്ന് പറഞ്ഞാൽ ലാ തഗ്ളബ് ലാ തഗ്ളബ് ലാ തഗ്ളബ് എന്നാണ് 3 പ്രാവശ്യം പറഞ്ഞു അല്ലെ. നീ കോപിക്കരുത്. അപ്പൊ മാക്സിമം കോപം ഒഴിവാക്കുക അല്ലെ. വസ്തഈനു ബിസ്സബ്രി വസ്സലാത്തി വഇന്നഹാ ലകബീറത്തു ഇല്ലാ അലൽ ഖാശഈൻ, അതായത് ഭയഭക്തന്മാർക്ക് അല്ലാത്തവർക്ക് ഈ കാര്യങ്ങൾ ഒത്തിരി പ്രയാസാണ്. അത് ഇങ്ങനെ ക്ഷമിക്കുക എന്ന് പറയുന്നത്. ഇപ്പൊ കുട്ടികൾ തന്നെ സ്കൂളിൽ നിന്നും വന്നിട്ട് പല കോലത്തിലാക്കി. ചെറിയ മക്കളുള്ളവരാണെങ്കിൽ ഒന്നൊന്നിന് അടി ഉണ്ടാക്കൂ, ഒന്ന് വേറെ എന്തെങ്കിലും കളിക്കൂ, മറ്റേത് കിടന്നുറങ്ങൂ, നമ്മളെ കൊണ്ടാക്കി കൊടുത്ത ഭക്ഷണം അവർക്ക് പറ്റൂല അല്ലെ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് സാധാരണ ചോറും കറിയൊന്നും പറ്റുന്നില്ലാലോ അല്ലെ. അപ്പൊ കുട്ടികൾക്ക് കഴിക്കാൻ പറ്റിയ എളുപ്പത്തിൽ കൊടുത്ത് വയറ് നിറയുന്ന ജാതി എന്തെങ്കിലുമൊക്കെ ഫുഡ് ഈ റമളാനായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കണം. എന്നാ അവരെ വയറും നിറയും, കഴിക്കുകയും ചെയ്യും, നമുക്ക് ഈസി ആവുകയും ചെയ്യും. ഒരുപാട് യൂട്യൂബേഴ്സ് പലതും, അതിലൊന്നും റമദാനിൽ ഒരു കാരണവശാലും കളിക്കാൻ പോരുത്. അത് നമ്മളെ എവിടേക്കോ എത്രയോ മണിക്കൂറുകൾ നഷ്ടപ്പെടുത്തും അല്ലെ. അപ്പൊ മുത്തക്കിങ്ങൾ ഒരു ക്വാളിറ്റി ആയിട്ട് പറഞ്ഞിക്കണ്, വസ്തഈനു ബിസ്സബ്രി, നിസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും അല്ലെ അള്ളാഹുവിനോട് അല്ലെ. അത് എന്ന് പറയുന്നത് ലകബീറത്തു ഇലൽ ഖാശഈൻ, അള്ളാഹ്, അതായത് അതും പിന്നെ മുത്തക്കിങ്ങൾക്കല്ലാണ്ട് ഈ ഗുണം ഇല്ല അല്ലെ. ഭയഭക്തന്മാർക്ക് മാത്രമേ അത് സാധിക്കൂ. പിന്നെ നമ്മൾ നെക്സ്റ്റ് റമദാനിൽ എങ്ങനെ ഒരു ഹജ്ജിനോ ഉംറക്കോ അല്ല, ഹജ്ജിന് പോകാനും റമദാനിന് ഉംറക്ക് പോകാനും ഒക്കെ വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യല്ലേ. ഒരുപാട് ആളുകൾ പോകുന്നുണ്ട്.
റബ്ബേ നീ ഞങ്ങൾക്കും അതിനൊരു സൗകര്യം കാട്ടിത്ത. അതൊരു പൈസ എന്ന് പറയുന്നത് നീ കൊടുത്തിട്ടല്ലോ ഇതിൽ പോണത്. അല്ലെങ്കിൽ നമുക്കറിയാം കോടീശ്വരന്മാര് എത്രയോ വരുമാനം. ഇന്നത്തെ കോടീശ്വരന്മാര് പ്രത്യേകത വെച്ചാൽ പണ്ടത്തെ പോലെ അധ്വാനിച്ച് കിട്ടുന്ന പൈസ അല്ല. അവര് കുറെ ഇൻവെസ്റ്റ്മെന്റിന്റെ ബെനിഫിറ്റാണ് അവരനുഭവിക്കുന്നത്. അവിടെ ഷോപ്പിംഗ് കോംപ്ലക്സ്, ഇവിടെ കോംപ്ലക്സ്, മറ്റടുത്ത് തേങ്ങ പറിക്കല്. അപ്പൊ അവർക്കൊന്നും അധ്വാനത്തിന്റെ ഫലമല്ലാത്തതുകൊണ്ട് ഒരുപാട് ക്യാഷ് ഉള്ളവരുണ്ട്. പക്ഷെ എന്നിട്ടൊന്നും അവർക്കൊന്നും തന്നെ ഉംറക്ക് പോണോന്നുള്ള ഒരു തോന്നലില്ലേം താനും അല്ലെ. അള്ളാഹു ആലം എന്താണെന്ന്. അപ്പൊ നമുക്ക് ആ തോന്നലുള്ളത് കൊണ്ട് അള്ളാഹുവെ നീ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്, എനിക്കൊന്ന് അവിടെ പോണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്താൽ അള്ളാഹു സാധിപ്പിച്ച് തരാണ്ടിരിക്കില്ല അല്ലെ. അങ്ങനെ അങ്ങനെ ഒരുപാട് നമുക്ക് വേണ്ടി ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ദുആ ചെയ്ത അള്ളാഹു എന്തായാലും നമുക്കത് സാധിച്ചു തരും അല്ലേ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് അടുക്കള എളുപ്പമാക്കാൻ, എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ. അത് ഞാൻ പറഞ്ഞില്ലേ, ഇന്നിപ്പോ നമ്മൾ ചിക്കൻ കറിയാണ് വെക്കുന്നത് വെച്ചാൽ ചിക്കനിന് പത്തിരിക്ക് കൂട്ടും. അപ്പൊ രാത്രിയും അതുകൊണ്ട് തന്നെ ഒരു ചോറ്, നെയ്ച്ചോറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി അഡ്ജസ്റ്റ് ചെയ്യല്ലേ. രാത്രി വേറെ കറി, രാത്രി വേറെ ഉപ്പേരി. അധിക സ്ഥലങ്ങളിൽ ഇപ്പോൾ രാത്രി ഭക്ഷണം ചോറൊക്കെ ഒഴിവാക്കി തുടങ്ങി. അൽഹംദുലില്ലാ. അത് തന്നെ നല്ല വെയിറ്റ് ലോസിന് ഏറ്റവും നല്ലത് ചോറും അരി ഭക്ഷണം ഒഴിവാക്കലാണ്. അതിന് ബദല് വേറെ എന്തെങ്കിലും. അതുപോലെ കഞ്ഞി നല്ലൊരു പിന്നെ ചോയ്സാണ്. കഞ്ഞി കുടിച്ചു കഴിഞ്ഞാൽ ക്ഷീണവും മാറും, പിന്നെ വയറ്റിന് കനവും ഉണ്ടാവില്ല. അങ്ങനെ അങ്ങനെ ഒരുപാട്, അതായത് റമദാന്റെ ഫുഡിനെ കുറിച്ചിട്ട് ഞാൻ വേറെ ക്ലാസ് തരാം. ഏകദേശം അതനുസരിച്ച് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് വ്യത്യാസം ഉണ്ടാവും അല്ലെ. ഷഹറു റമദാൻ, അതായത് ഇസ്സത്തിന്റെ മാസമാണ്. ഖുർആൻ ഖിറാത്തിന്റെ മാസമാണ്. രാത്രി നമസ്കാരത്തിന്റെ മാസമാണ്. ബർക്കത്തേറിയ മാസമാണ് അല്ലെ. അതുകൊണ്ട് ഇൻക്രീസ് അമൽ സ്വാലിഹാത്തിലെ ധാരാളമായിട്ട് അമൽ സ്വാലിഹാത്തുകൾ വർദ്ധിപ്പിക്കുക. റമദാൻ എന്ന് പറയുന്നത് ആക്ച്വലി നമുക്ക് ഒരുപാട് ഒരു ഭയങ്കര എന്ന് പറയുന്നത് വയറ് വിശക്കും, ദാഹിക്കും, ക്ഷീണാണ്, നല്ല വെയിലാണ്, രാത്രി ഉറക്കൊഴിയണം, നേരാവണ്ണം ഫുഡ് കഴിക്കാൻ പറ്റൂല. മഗ്‌രിബിന് എന്തെങ്കിലും കഴിച്ചിട്ടുണ്ട് പിന്നെ അതൊന്നും വേണ്ട. പിന്നെ സുബഹിക്ക് മാത്രമേ ആകെ രണ്ട് നേരെ ഭക്ഷണം ഉള്ളൂ. കല്യാണം, സൽക്കാരം, വിരുന്ന്, ഷോപ്പിംഗ്, ടൂറ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ അതിൽ നിന്നൊക്കെ മാറി നിന്ന് റമദാനിലേക്ക് നമ്മളങ്ങനെ ചുരുണ്ട് കൂടുക, ചുരുങ്ങി വരിക. പക്ഷെ എന്നിരുന്നാലും എല്ലാവർക്കും ഒരേ ഒരു പരാതിയാ ഉള്ളത് അല്ലേ. ഇത് പോയി അല്ലേ. ഇത് ഗൾഫ് പുതിയാപ്പിള വന്ന മാതിരി ഈ ഒരു മാസം എത്ര വേഗാ തീർന്നെന്നറിയില്ല. സൽക്കാരവും പോക്കും വരവും, ഇവിടെ സൽക്കാരവും കുറച്ച് കിടന്നുറങ്ങലും ടൂറെല്ലാം കൂടെ ആയിട്ട് തീർന്നു പോയി. എല്ലാവർക്കും പരാതി അല്ലെ. റമദാൻ എന്ന് പറയുന്നത് ദാ വന്നു ദേ പോയില്ലേ. എന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു 3-4 ദിവസം ഉണ്ടാവും ഒരു സമയം, പിന്നെ നമുക്ക് ഒന്നിനും സമയം തികഞ്ഞില്ല എന്നൊരു തോന്നല. അപ്പൊ അതുകൊണ്ട് ആർക്കും തന്നെ റമദാൻ വരുന്നതിനൊരു അതൃപ്തി എന്ന് പറയാൻ. എൻ്റെ ഒരു പരിചയത്തിൽ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഫ്രണ്ടല്ല ഒരു ടീച്ചർ. അപ്പൊ ഞാൻ അവിടെ അടുത്തുനിന്ന് ഓരോന്ന് പോയിട്ട് സ്റ്റിച്ചിങ്ങിനൊക്കെ പഠിച്ച് സംശയം ചോദിക്കാനൊക്കെ പോയല്ലേ. അപ്പൊ അവരുടെ ഹസ്ബൻഡ് മരിച്ചപ്പോ ഭയങ്കര കരച്ചലേ. എന്നുവെച്ചാൽ അധികം പ്രായമൊന്നുമില്ല. അപ്പൊ അപ്പൊ ഞാന് പിന്നെ മരിച്ചന്ന്. അപ്പൊ അത് കഴിഞ്ഞാൽ പിന്നെ ചോദിച്ചപ്പോ നിങ്ങൾക്ക് മൂപ്പരില്ലായിട്ട് നല്ല വിഷമമാണ്. ഭയങ്കര കുടിയനായിരുന്നു കേട്ടോ, ഭയങ്കര കുടിയനായിരുന്നു. അപ്പം പറയാൻ എന്ത് കുടിയനായിക്കോട്ടെ റമദാൻ ഇങ്ങോട്ട് വന്നായ 1 മുതൽ മൂപ്പര് തൊള്ളല് വെക്കൂല. കള്ള് മാത്രമല്ല എല്ലാ സാധനം, എന്ത് സാധനം ചോദിച്ചാലും അത് വീട്ടിലെത്തും. അപ്പൊ പെരുക്കുട്ടിയന്മാര് മുതൽ എല്ലാരും തന്നെ, അതായത് ഹൃദയം നിറഞ്ഞ് സ്വാഗതം ചെയ്യുന്ന ഒരു റമദാനല്ലേ. ഒത്തിരി പ്രശ്നവും വിഷമവും പ്രയാസമൊക്കെ നമുക്കുണ്ട്. ഒത്തിരി സുഖങ്ങളൊക്കെ നമ്മൾ വർജിക്കുന്നുണ്ട് അല്ലേ. പകലൊന്നും ഭർത്താവ് നാട്ടിലുണ്ടെങ്കിൽ ഗൾഫിൽ നിന്ന് വന്നാലും ഒന്നും ഭർത്താവിനായിട്ട് കോണ്ടാക്ട്സ് ഒന്നും പറ്റൂല. അങ്ങനെ എന്തൊക്കെയോ പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും എല്ലാവർക്കും തന്നെ റമദാനിന് ഇഷ്ടമാണല്ലേ റമദാൻ വരുന്നത്. റമദാനിന്റെ രാഗതം എന്ന് പറയുന്നത് നമ്മൾ 100% സന്തോഷത്തോടു കൂടി തന്നെയാണ് സ്വീകരിക്കുന്നത്. മാത്രമല്ല റമദാൻ പോകുമ്പോൾ നമുക്ക് ആക്ച്വലി വിഷമമാണ് അല്ലേ, എല്ലാം പോലെയല്ല. അപ്പൊ അതിന് തന്നെ അതിൻ്റെതായ മഹത്വം കൊണ്ടിട്ട് നിസ്കരിക്കാനും അമല് സ്വാലിഹാത്തുകൾ വർദ്ധിപ്പിക്കാനും ഒക്കെ. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ മാക്സിമം ബാക്ക് ബൈറ്റിങ്, പരദൂഷണം പറയല്, ഫിത്ന ഒക്കെ മാക്സിമം ഒഴിവാക്കുക. പല വിഷയങ്ങളിലും പല കാര്യത്തിലും അങ്ങനെ നമ്മളെ മനസ്സിലൊക്കെ ഓരോരുത്തരെ കുറിച്ചൊക്കെ വരും നെഗറ്റീവ് തോട്ട്സ്, നെഗറ്റീവ് ചിന്താഗതികൾ അല്ലെ. അപ്പം തന്നെ നെഗറ്റീവ് തോട്ട്സിനോട് പെട്ടെന്ന് പൊയ്ക്കോ എന്ന് പറഞ്ഞാൽ പോവില്ല, അത് നമ്മളെ മനസ്സിൽ തന്നെ നിൽക്കും. ഇപ്പൊ നമ്മളോട് കുട്ടികളോട് പഠിക്കെന്ന് പറയുമ്പോൾ കുട്ടികൾ പഠിക്കൂലല്ലോ. അതേസമയം വേറെ എന്തെങ്കിലും ചായയൊക്കെ കൊടുത്ത് ഒന്ന് തല തൊട്ടു കഴിഞ്ഞ് പേനൊക്കെ ഒന്ന് നോക്കി കൊടുത്തിട്ട് 6 മണിയായില്ലേ, മറ്റേ മൂത്ത കുട്ടീന്റെ പേരെന്താ
ഫാത്തിമ പഠിക്കാനിരുന്നല്ലോ ഉള്ളു, പിന്നെ സമയത്തിന് അങ്ങ് ഇരുന്നോളും. അപ്പൊ അത് കേട്ടാ ഇത് വന്ന് എടുക്കും ബുക്ക് ഇല്ലേ. അതേസമയം നമ്മൾ ഡയറക്റ്റ്ലി നമ്മൾ പറയാ പഠിച്ചോ പഠിച്ചോ എന്ന് അറിയാൻ അവർക്ക് നമ്മളോട് ദേഷ്യം ഉണ്ടാവും. അതുപോലെ നമ്മളെ മനസ്സിലുള്ള ദുഷ്ട ചിന്താഗതികൾ ഇനി പൊയ്ക്കോ പൊയ്ക്കോ ഞാനത് സ്വീകരിക്കില്ല എന്ന് പറയുമ്പോൾ ദേഷ്യ, പക്ഷെ അത് വന്നോട്ടെ പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചാൽ താനെ വന്ന് താനെ കയറി ഇറങ്ങി പൊയ്ക്കോളും. പക്ഷെ അതിനെക്കുറിച്ച് ചിന്തിക്കാനോ മറ്റുള്ളവരോട് പറയാനോ ഒന്നും നിൽക്കേണ്ട. പ്രത്യേകിച്ചില്ലേ ഈ റമദാൻ മാസത്തിൽ മനസ്സിന് ക്ലീനാക്കി വെക്കുക എന്നുള്ള വലിയ വിഷയമാണ്. പറ്റെങ്കിൽ അതിനും കൂടെ ഒരു ക്ലാസ് വെക്കണം അല്ലെ. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക അൻഹു മസ്ഊല അല്ലെ. കാഴ്ചയും കേൾവിയും ഹൃദയവും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. നമ്മൾ ഡെയിലി ഓതുന്ന സൂറത്തുൽ ഇസ്രായിലെ 36-ാമത്തെ വചനമാണത് അല്ലെ. ഹൃദയത്തിന് ചോദ്യം ചെയ്യപ്പെടുമെന്ന് അറിയുമ്പോൾ പേടിയല്ലേ. പല കാര്യങ്ങളും നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ഹൃദയത്തിൽ ഉണ്ടാവില്ല അല്ലെ. അതൊരു പേടിയാണ്. മാതല്ലാ നമ്മളൊക്കെ ചെയ്ത തെറ്റുകളൊക്കെ അല്ലാഹു പിടിച്ചു വെച്ച് ചോദിക്കുകയാണെങ്കിൽ എത്രമാത്രം ഉണ്ടാവൂലേ. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ആളുടെ ഇടയിലിട്ട് വഷളാക്കുന്നതിൽ നിന്നില്ലേ, നിന്ദ്യമായ വിചാരണയിൽ നിന്ന് വിചാരണയില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന കൂട്ടത്തിൽ നിന്നാണ് അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. പിന്നെ ഫുഡ് കൺട്രോളിന്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപാട് പാല് വലിച്ച് ഇപ്പൊ ഞാനൊരു പ്രത്യേക സ്ഥലത്തിന്റെ പേര് പറഞ്ഞ അവിടെയൊക്കെ പറയുന്നൊക്കെ 4 ടൈപ്പ് അട ഉണ്ടെങ്കിൽ അവരാണുങ്ങളൊക്കെ നോമ്പ് തുറക്കുള്ളൂ. ഒന്ന് കോഴിയട, ഒന്ന് വാഴക്കട, പിന്നെ എന്തടാണ്, ഒന്ന് മറ്റേ മധുരം നിറച്ചട, പിന്നെ എന്തൊക്കെ അടകളെ പേര് തന്നെ അല്ലാഹു ആലം. നമ്മളൊന്നും അത്ര അങ്ങനെ 4 അടകൾ വേണം. ഇതൊക്കെ ആരാ ഈ റൂൾസ് ഒക്കെ ഉണ്ടാക്കി വെച്ചത്? അങ്ങനത്തെ ഒക്കെ ഉള്ള ആണുങ്ങളൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ ക്രമേണ പെട്ടെന്നൊന്നും അങ്ങനെ നിർത്താൻ പറ്റൂല. പിന്നെ വഴക്കും പ്രശ്നവും നോമ്പിന് ഗുലുമാലിനൊക്കെ ചാൻസ് വരും. അപ്പൊ അതൊക്കെ ക്രമേണ നിർത്തി വരും. എനിക്ക് അത്രേ പറ്റുന്നുള്ളൂ, അത്രേ കഴിയുന്നുള്ളൂ എന്നുള്ള രീതിയിൽ. അല്ലാണ്ട് പറയുന്നതൊക്കെ ആടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അള്ളാന്റെ അടുത്ത് ഒരു കൂലിയും ഉണ്ടാവില്ല അല്ലെ. ഈ അടുക്കളയിൽ തന്നെ ആയിപ്പോവും. ചിലർക്ക് അടുക്കളയിൽ വിഭവസമൃദ്ധമായ ഭക്ഷണം എടുക്കുന്നതിൽ ഭയങ്കര താല്പര്യമാണ്. ഭർത്താവിനെ വെറുതെ പേര് പറയും, അവർക്ക് തന്നെ ആയിരിക്കും താല്പര്യം ഉണ്ടാവുക അല്ലെ. നമ്മൾ ഉണ്ടാക്കണ്ട എന്നൊന്ന് ഒറ്റയടിക്ക് തീർത്ത് പറഞ്ഞാല് ഇപ്പൊ ഞാനിപ്പോ ഉണ്ടാക്കി തിന്നുകയും ചെയ്ത് നിങ്ങളോട് പറഞ്ഞാൽ ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ അല്ലെ. നമ്മളെന്തെങ്കിലും ഒരു ചെയ്യാത്ത കാര്യം മറ്റുള്ളവരോട് ചെയ്യരുത് എന്ന് പറയാൻ പറ്റൂലല്ലോ. പക്ഷെ നമ്മളിവിടെ ഉണ്ടാക്കില്ല കേട്ടോ, നമ്മള് രണ്ടാളല്ലേ. ഞാൻ അധികം ഉണ്ടാക്കൂല, ഒരു പള്ളിയിൽ നിന്ന് കഴിച്ചിട്ട് വരും. അപ്പോൾ മാക്സിമം ഭക്ഷണ കാര്യത്തിലൊക്കെ ഒരുപാട് ശ്രദ്ധിക്കുക. അതിനെപ്പറ്റി നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നെ ഭാവിയിൽ ഒരു വീഡിയോ ചെയ്യാം. അങ്ങനെ നോമ്പിന് എളുപ്പത്തിൽ ഫുഡും മറ്റുള്ള കാര്യങ്ങളൊക്കെ എളുപ്പമാക്കാം. എന്ത് ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കാം. കാരണം നമ്മൾ കുറേ കഴിക്കുന്നുണ്ട് അല്ലേ. അതൊന്നും ചിലപ്പോൾ നമുക്ക് ചൂടുകാലത്തെ ശരീരത്തിന് പറ്റിയതാവില്ല, അല്ലെങ്കിൽ ഒരുപാട് ഷുഗർ ഉള്ളതായിരിക്കും. അല്ലെ ത്രാവിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നമ്മളെ ബോഡി വീക്കാകുന്ന, ക്ഷീണം വരുന്ന, ഗ്യാസ് വരുന്ന, എമ്പക്കം വരുന്ന, പിന്നെ സുജൂദ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ളതൊക്കെ ആയിരിക്കും. അപ്പൊ എന്ത് ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കാം എന്നുള്ളത് നമ്മളൊന്ന് മാറി തുടങ്ങേണ്ടിയിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ബില്ലാഹി തൗഫീഖ്. ഇപ്പൊ ഈ പറഞ്ഞ 10-25 കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് മാറ്റം ഉണ്ടാവും. സോഷ്യൽ മീഡിയയിൽ നിന്ന് മാക്സിമം വിട്ടു നിൽക്കാൻ ശ്രമിക്കുക. ഫോൺ ചാർജറിൽ വെക്കുക. വേണ്ടാണ്ട് നമ്മളാരും വിളിക്കുകയും വേണ്ട, നമ്മളാരും ഇട്ട് വിളിക്കുകയും വേണ്ട എന്നുള്ളൊരു തീരുമാനം തന്നെ. അത്യാവശ്യക്കാർക്ക് ഫോണിൽ മെസ്സേജ് ഇട്ടോട്ടെ. അതിന് ചിലപ്പോൾ യൂറോപ്യൻസ് ഒക്കെ ഫോൺ യൂസ് ചെയ്യുന്ന ഒരു മെസ്സേജിന് അവരാരും തന്നെ തമാമിൽ വിളിക്കാറില്ല. അഥവാ അങ്ങനെ വിളിക്കണം തോന്നിക്കഴിഞ്ഞാൽ രണ്ടോ ബെല്ല റിങ് ചെയ്തിട്ട് പിന്നെ റിങ് ചെയ്തിട്ട് ഫോണ് പിന്നെ വെച്ചേക്കും. അപ്പം പിന്നെ അവരെന്താണ് എനിക്ക് റിങ് ചെയ്തെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ മെസ്സേജ് കാണുമല്ലോ. അങ്ങനെ അപ്പൊ നമ്മളൊക്കെ യൂറോപ്യൻസിനെ അനുഗമിക്കുന്ന ദ്രുതഗതിയിലാണല്ലോ. അതാണല്ലോ നമ്മളെ പെൺകുട്ടികളൊക്കെ പാൻറ് ഷർട്ട് ഇട്ട് അങ്ങനെയൊക്കെ ഓടുന്നു. പക്ഷെ ഇത്തരം നല്ല കാര്യങ്ങൾ ഇനി അവര് അനുഗമിക്കുക അല്ലെ. ഒരുപാട് ഫോൺ കോൾ ചെയ്ത് നമ്മളൊരു ഫോൺ അറ്റൻഡ് ചെയ്താൽ ആ ഫോണിൽ എത്ര സമയമാണ് നമ്മൾ വർത്താനം പറയാൻ നമുക്ക് തന്നെ അറിയില്ല. അതേസമയം മെസ്സേജ് ആണെങ്കിലോ ഒന്നോ രണ്ടോ ഇതിൽ നിർത്തും. മാത്രമല്ല മെസ്സേജ് നമ്മൾ ഒരുപാട് ബൾക്ക് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ വേറൊരാളെ കൊണ്ടോ എന്തെങ്കിലും സാന്ദർഭികവശാൽ പറഞ്ഞാൽ ചിലപ്പോൾ അയാൾക്ക് തന്നെ ഈ മെസ്സേജ് കറങ്ങി തിരിഞ്ഞെത്താനും മതിയില്ലേ. പണ്ടൊരിക്കല് ഒരു ഗൾഫിലുള്ള പുതിയാപ്പിള കത്തയച്ചതാ. ഉമ്മക്കും എഴുതി കത്ത്, പിന്നെ ഭാര്യക്കും എഴുതി. ഭാര്യന്റെ കത്ത് ഉമ്മന്റെയിലും പോസ്റ്റ് ചെയ്ത്, ഉമ്മന്റെ കത്ത് ഭാര്യന്റെയിലും പോസ്റ്റ് ചെയ്ത്. ഉമ്മന്റെ കത്ത് ഭാര്യ കണ്ടത് വെച്ചിട്ട് പ്രശ്നമില്ല. പക്ഷെ ഭാര്യക്ക് എഴുതി ഉമ്മക്കായി പോയാൽ ഭയങ്കര ഗുലുമാലൊക്കെ ഉണ്ടായി എന്ന് പറയുന്നിട്ടുണ്ട്. അതുപോലെ ആയി പോകരുത് അല്ലെ. അല്ലാഹു സുബ്ഹാനഹു വതആല ഏറ്റവും നല്ല പരിപാവനമായ പവിത്രമായ ഒരുപാട് അമലുകൾ ചെയ്യാൻ സാധിക്കുന്ന നല്ലൊരു റമളാൻ
നമുക്ക് സമാഗതമാകുവാൻ വേണ്ടി നിങ്ങളെല്ലാം ദുആ ചെയ്യുന്നു. നമ്മളിലുള്ള എല്ലാ അമലു സ്വാലിഹാത്തുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കാനും സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുവാനും